വിജ്ഞാനങ്ങൾ പകർന്നു നൽകാനും പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാബു റയ്യാൻ എന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രതിദിന പരിപാടി വളരെ മനോഹരമായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു സംസാരം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല സഹോദരങ്ങളുമുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഹലാലായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്നും ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിനെയും അമലിനെയും കൂടുതൽ കരുത്തു പിടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ചുറ്റുപാടിലും ഇസ്ലാമിന്റെ മഹത്തായ ആശയങ്ങളും സന്ദേശങ്ങളും അതിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം രൂക്ഷമായ ഭാഷയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ദുഷ്ടലാക്കോടുകൂടി ദുഷ്ടമായ പ്രചാരണങ്ങൾ പല വേദികളിലൂടെ നിറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും പരിശുദ്ധമായ ഇസ്ലാമിന്റെയും സുന്നത്തി ജമാഅത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെ ബലികഴിപ്പിച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ശക്തികളും. ഈ സന്ദർഭത്തിൽ ശരിയായ ആദർശബോധം, ശരിയായ ആദർശ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് റൂമിലൂടെ നിരന്തരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് റൂമിന്റെ ശ്രോതാക്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേരെ വരുന്ന ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ സാധാരണക്കാർക്ക് പോലും ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ആദർശങ്ങൾ അതിനെ പ്രമാണബന്ധിതമായിട്ട് വിശദീകരിക്കാനും വസ്തുതകൾ വളച്ചൊടിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനുമുള്ള കരുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ തമ്പുരാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസത്തിലും അതിന്റെ പകലിൽ ഞാനും നിങ്ങളും നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി തറാവീഹ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, സാധിക്കുന്നവർ തഹജ്ജുദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട്, ഒരുപാട് അമലുകളെ കൊണ്ട് എല്ലാവരും വ്യാപൃതരായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിക സമൂഹം മൊത്തത്തിലുള്ളത്. നമ്മുടെ അമലുകളെല്ലാം തന്നെ അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പ്രഥമമായി അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈമാൻ ശരിയാവുക എന്നുള്ളതാണ്, വിശ്വാസം ശരിയാവുക എന്നുള്ളതാണ്. ഈമാനിൽ കളങ്കം വന്നു കഴിഞ്ഞാൽ ആ കളങ്കിതമായ വിശ്വാസത്തെ സംബന്ധിച്ചാണ് പുത്തൻ വാദം അല്ലെങ്കിൽ പുത്തൻ വിശ്വാസം, അതല്ലെങ്കിൽ ബിദ്അത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ബിദ്അത്തും സുന്നത്തും കൂട്ടിക്കുഴച്ചുകൊണ്ട് ബിദ്അത്തിനെ സുന്നത്താക്കുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പല സ്ഥലത്തായി പറഞ്ഞു, വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ
ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സൽക്കർമ്മങ്ങൾ ആര് അനുഷ്ഠിക്കുകയാണെങ്കിലും ഇത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആണിന് പറഞ്ഞ അനുഷ്ഠാനങ്ങളുണ്ട്, പെണ്ണിന് പറഞ്ഞ അനുഷ്ഠാനങ്ങളുണ്ട്. അത് ആര് തന്നെ നിർവഹിക്കുകയാണെങ്കിലും അതിനൊരു ഷർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്, വഹുവ മുഅ്മിൻ. മുഅ്മിനായ സ്ഥിതിയിൽ, ഈമാൻ ശരിയായവനായ സ്ഥിതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, ആ കൂട്ടരാണ് സ്വർഗത്തിൽ കടക്കുക. വലാ യുദ്ലമൂന നഖീറ, അവരെ ഒരൽപ്പം പോലും അവർ ആക്രമിക്കപ്പെടുകയില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗം പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് തആല റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അപ്പോ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എത്ര നല്ല പ്രവർത്തനങ്ങളാണെങ്കിലും, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും ഏതു കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൽ ശരിയായ ഈമാൻ കുടികൊള്ളണം. ഖൽബിലുള്ള ഈമാൻ കൃത്യമായിരിക്കണം. അതിൽ കളങ്കമുണ്ടാവാൻ പാടില്ല, ദുർവ്യാഖ്യാനമുണ്ടാവാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അടിക്കടിയായിട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ രണ്ട് തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. ഒന്ന് പ്രത്യക്ഷമായ പ്രകടമായ അനുഷ്ഠാനങ്ങൾ എന്ന് വെച്ചാൽ അത് വളരെ പ്രകടമായിട്ട് ആളുകൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളാണ്. ചില അനുഷ്ഠാനങ്ങൾ രഹസ്യമായി അല്ലെങ്കിൽ പരമാവധി ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന അനുഷ്ഠാനങ്ങളുണ്ട്. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സക്കാത്ത്, ഏറ്റവും കൂടുതൽ റമദാൻ മാസത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ മൂന്നാമത്തെ കാര്യമാണല്ലോ സക്കാത്ത്. ആ സക്കാത്ത് പരസ്യമായി നിർവഹിക്കേണ്ടുന്ന, എന്ന് വെച്ചാൽ പരസ്യമായി നിർവഹിക്കൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു അനുഷ്ഠാനമാണ്. കാരണം അത് ഇസ്ലാമിന്റെ വാഹിറായ പരസ്യമായ ഒരു ചിഹ്നമാണ്. ഏതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾ മുസ്ലിമാകുന്ന സന്ദർഭത്തിൽ ഷഹാദത്തു കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിൽ വിശ്വസിച്ച് അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ വേണ്ടി പുറപ്പെടുകയും അങ്ങനെ വഴിമധ്യേ സ്വന്തം സഹോദരിയുമായിട്ട് സംഘർഷമുണ്ടാവുകയും അതേ തുടർന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയുടെ ആദ്യ ഭാഗങ്ങൾ ശ്രവിക്കാൻ ഇടവരുകയും അത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് മാറ്റം വരുത്തുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് മാറ്റം വന്ന ആ മനസ്സ് ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി തുടിക്കുകയും ദാറുൽ അർഖമിൽ രഹസ്യമായി കഴിഞ്ഞുകൂടിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്, നബിയുടെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുകയും ഷഹാദത്ത് കലിമ പരസ്യമായി ഉച്ചരിക്കുകയും നബിയെയും സഹാബത്തിനെയും അന്ന് ഇസ്ലാം സ്വീകരിച്ച തുലോം വിരളമായ സഹാബികളെയും കൂട്ടിക്കൊണ്ട് കഅബാലയത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു എന്നുള്ളത് പരസ്യമായ ഒരു സംഗതിയാണ്, പരസ്യമായി നിർവഹിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ള വാചകം, വചനം അത് പരസ്യമായി നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. എന്നതുപോലെ 5 നേരത്തെ ഫർമാക്കപ്പെട്ട നിസ്കാരങ്ങൾ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് അതല്ലെങ്കിൽ പൊതുകേന്ദ്രങ്ങളിൽ വന്നുകൊണ്ട് പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് പരസ്യമായി, അത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, ജമാഅത്തിൽ കൂടുകയാണെങ്കിലും അങ്ങനെ തന്നെ പരസ്യമായി നിർവഹിക്കുക എന്നുള്ളതിനകത്ത് വിളംബരപ്പെടുത്തുന്ന പരസ്യമായ ഒരു സക്കാത്ത്, അത് ഏതു തരത്തിലുള്ള സക്കാത്താണെങ്കിലും ശരി, ധനത്തിന്റെ സക്കാത്താണെങ്കിലും ശരി, ശരീരത്തിന്റെ സക്കാത്താണെങ്കിലും ശരി, ഫിത്ർ സക്കാത്ത്, അതുപോലെ തന്നെ ധനത്തിന്റെ സക്കാത്ത്,
ഈ രണ്ട് സക്കാത്തും അത് രണ്ടും പരസ്യമായി നിർവഹിക്കലാണ് ഏറ്റവും പുണ്യം. ഈ സ്വകാര്യമായി കൊടുത്തു വീട്ടിയാൽ അത് തെറ്റാണെന്നല്ല, പക്ഷേ എങ്കിലും അതിനെ പരസ്യപ്പെടുത്തലാണ് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത്. നാലാമത്തെ കാര്യമായ റമദാനിലുള്ള നോമ്പ്. ആ റമദാനിലെ നോമ്പും പരസ്യം തന്നെയല്ലേ? ഇന്ന് പകൽ നോമ്പ് നോറ്റോ എന്ന് ചോദിച്ചാൽ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് തന്നെ പറയേണ്ടത്. അപ്പൊ നോമ്പ് നോറ്റ ഇന്ന് റമദാനിൽ പകലിന് നോമ്പ് നോറ്റോ എന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിപ്പോ ഞാൻ അങ്ങനെ പരസ്യപ്പെടുത്തുന്നില്ല, അതിന്റെ സ്വകാര്യ ഇടപാടാണോ പറയേണ്ടത്? ഞാൻ സ്വകാര്യമായി ചെയ്യുന്ന കാര്യമാണെന്നാ പറയേണ്ടത്? അല്ല, അത് ജനങ്ങൾക്കിടയിൽ അറിഞ്ഞോട്ടെ. റമദാൻ മാസം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ചെയ്യേണ്ടുന്ന ആ നോമ്പ് എന്ന് പറയുന്നത് പരസ്യമായി നിർവഹിക്കേണ്ടത് ആൾക്കാരുടെ ഇടയിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. റമദാനിൽ നിയ്യത്ത് വെക്കുക എന്നുള്ളത് കണ്ടില്ലേ? തറാവീന് ശേഷം നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുന്നു, അത് ഏറ്റുചൊല്ലുന്നു, അല്ലേ? ചൊല്ലിക്കൊടുക്കുന്നു, ഏറ്റുചൊല്ലുന്നു. മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് നാവുകൊണ്ടത് ചൊല്ലുന്നു, അത് പരസ്യമാണ്. അങ്ങനെ അതേസമയത്ത് സുന്നത്തായ നോമ്പുകൾ അങ്ങനെ പരസ്യമായിട്ട് ചൊല്ലിക്കൊടുക്കലോ ഏറ്റുചൊല്ലലോ ഇല്ല. അതേസമയം റമദാൻ മാസത്തിലുള്ള നോമ്പിന്റെ നിയ്യത്ത് പരസ്യപ്പെടുത്തുന്നു. പിന്നെ നോമ്പ് നോൽക്കുക എന്നുള്ള പണി അത് പരസ്യമായി കാണാത്തൊരു സംഗതി, അതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പരസ്യപ്പെടൂല എന്നുള്ളത് വേറെ സംഗതി. അതുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ്. ഹജ്ജും അങ്ങനെ തന്നെയാണ്, പരസ്യമായിട്ടാണ് അതിന്റെ എല്ലാ നിർവഹണങ്ങളുമുള്ളത്. ആബാലയത്തിലുള്ള തവാഫാവട്ടെ, അറഫയിലുള്ള സംഗമമാവട്ടെ, മസ്അയിലൂടെയുള്ള നടത്തമാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, തഹല്ലുലാകുമ്പോൾ മുടി കളയലാവട്ടെ, ഇതെല്ലാം തന്നെ പരസ്യമായി നിർവഹിക്കുന്ന കാര്യമാണ്. അതേസമയത്ത് സ്വകാര്യമായി നിർവഹിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദാനധർമ്മം എന്ന് പറയുമ്പോൾ അത് സ്വകാര്യമായിട്ട് ആണ് നിർവഹിക്കേണ്ടത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഇസ്ലാമിന്റെ പരസ്യമായ കാര്യങ്ങൾ, അതാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, വമൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാം കാര്യങ്ങൾ എന്താണ്, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഒന്നാമത്തെ കാര്യം. ആ പ്രഖ്യാപനം, അതാണ് ഇസ്ലാം കാര്യം. അതേസമയത്ത് മനസ്സിലത് വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ 2 ഷഹാദത്തിന്റെ വചനങ്ങളും അതിന്റെ അർത്ഥം മനസ്സിലുറപ്പിച്ചുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യത്തിന്റെ പരിധിയിലാണ് പെടുക. അത് ഈമാൻ കാര്യത്തിന്റെ പരിധിയിലാണ് പെടുക. ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ, ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വരുമ്പോൾ, ഈ ആദ്യമായിട്ട് പ്രഥമമായിട്ട് അയാളുടെ ഇസ്ലാം ആശ്ലേഷണം സഹീഹാവാൻ, അത് സാധുവാവാൻ, അത് സ്വീകാര്യമാവാൻ, അത് അംഗീകൃതമാവാൻ ഷഹാദത്ത് കലിമയുടെ അർത്ഥം രണ്ടും മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക എന്നുള്ള ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അതേസമയം ആ വിശ്വസിച്ചുറപ്പിച്ച ആ കാര്യം നാവുകൊണ്ട് വെളിവാക്കി ചൊല്ലിപ്പറയുക എന്നുള്ളതാണ് ഇസ്ലാം കാര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഇസ്ലാം അൻ തശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ സത്യസാക്ഷ്യവചനമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ സത്യസാക്ഷ്യവചനവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു അമുസ്ലിം ഇസ്ലാം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതല്ലെങ്കിൽ നിരീശ്വരവാദിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ വിശ്വസിച്ച് ഉറപ്പിച്ചാൽ പോരാ. നാവുകൊണ്ട് ചൊല്ലാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ, നാവുകൊണ്ട് ചൊല്ലാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് നാവുകൊണ്ട് ചൊല്ലുക തന്നെ വേണം, എങ്കിലേ അയാൾ മുസ്ലിമാകുകയുള്ളൂ എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിന്റെ 1-ാമത്തെ വാദമേ അയാൾ മുഅ്മിനാകുകയുള്ളൂ. അങ്ങനെ ഷഹാദത്ത് കലിമ ഒരാൾ ചൊല്ലി
ഷഹാദത്ത് കലിമ വിശ്വസിച്ച് ചൊല്ലലോടുകൂടി അയാൾ മുസ്ലിമായി, അതോടൊപ്പം തന്നെ അയാൾ മുഅ്മിനുമായി. അല്ലാതെ മുഅ്മിനല്ലാത്തൊരു മുസ്ലിമല്ലാത്തൊരു മുഅ്മിന് അങ്ങനെ ഒരു സംഭവമല്ല. മുസ്ലിമായവനൊക്കെ മുഅ്മിനാണ്, മുഅ്മിനായവനൊക്കെ മുസ്ലിമുമാണ്. ഇനി ആ ഇസ്ലാമതത്തിലേക്ക് കടന്നു വന്ന ആളുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ആദ്യമേ കാഫിറായതിനു ശേഷം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ജന്മന മുസ്ലിമായി വരുന്നവർ, ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. മുസ്ലിമീങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജന്മന മുസ്ലിമായ ആളുകൾ, മാതാപിതാക്കളിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന പുത്രൻ അല്ലെങ്കിൽ പുത്രി ജന്മന മുസ്ലിമാണ്. അതേസമയത്ത് ജന്മന അമുസ്ലിമായ ഒരാൾ ഇസ്ലാം മതം ആശ്ലേഷിക്കലോടുകൂടി മുസ്ലിമാണ്. ഇനി ആ മുസ്ലിമായ ആള് പിന്നെ എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ വിശ്വസിക്കാൻ നടന്നാൽ മതിയോ? അയാൾ പിന്നെ നിസ്കരിക്കണം, 5 നേരത്തെ നിസ്കാരം ചെയ്യണം, സക്കാത്ത് നിർബന്ധമായ ആളാണെങ്കിൽ അത് കൊടുത്തു വീട്ടണം, റമളാൻ മാസം സമാഗതമാകുമ്പോൾ റമളാൻ നോമ്പ് നോറ്റുവീട്ടണം, അല്ലേ? റമളാൻ നോമ്പ് നോറ്റുവീട്ടണം. ഹജ്ജിന് സാധിക്കുന്ന ആളാണെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിപ്പോ 5 നേരത്തെ നിസ്കാരം ഇങ്ങനെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്കാരം എന്ന് പറയുന്നത് അയാൾ ആ നിസ്കാരത്തെ നിഷേധിക്കാം. അങ്ങനെ നിസ്കാരം ഇസ്ലാമിൽ ഇല്ല. അതൊന്നും ചെയ്തോളമൊന്നുമില്ല. 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചോളമൊന്നുമില്ല. പക്ഷേ പിന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യാണ്, എല്ലാവരും കൂട്ടത്തിൽ ഞാനും കൂടാണ് എന്ന വിധത്തിലാണെങ്കിലോ സക്കാത്ത് അയാൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ സക്കാത്തിന്റെ ഒരു പദ്ധതിയൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൊടുക്കുമ്പോൾ ഞാനും കൊടുക്കുകയാണ് എന്ന വിധത്തിലാണ് അയാൾ കൊടുക്കുന്നതെങ്കിലോ, റമളാൻ മാസത്തിൽ എത്രയോ അമുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് പത്രത്തിലേക്ക് നമ്മൾ വായിക്കുന്നു. പക്ഷെ അവരുടെ നോമ്പിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഇല്ല. അവരുടെ നോമ്പിന് വല്ല ന്യായീകരണവുമുണ്ടോ? ഇല്ല. അവരുടെ നോമ്പിന് വല്ല നീതീകരണവുമുണ്ടോ? ഇല്ല. അവരുടെ നോമ്പിന് വല്ല സാധൂകരണവുമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അതൊരു ഇസ്ലാം ഒരു ഒന്നാമതായിട്ട് അവർ മുസ്ലിമായിട്ടില്ല. രണ്ടാമതായിട്ട് അതൊരു ഇസ്ലാമിന്റെ തത്വമാണ്, ഇസ്ലാം കാര്യമാണ് എന്നൊന്നും അവര് വിചാരിക്കുന്നില്ല. അതുപോലെയാണ് ഇങ്ങനെയുള്ള വളരെ പ്രത്യക്ഷമായ മതത്തിൽ അറിയപ്പെട്ട കാര്യങ്ങൾ, സാധാരണക്കാർക്ക് പോലും കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ, ഔപചാരിക വിദ്യാഭ്യാസം നേടിയാലും ഇല്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ, പൊതുജനങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ അറിവുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്നവൻ, അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവൻ, അവൻ ഷഹാദത്ത് കലിമ വിശ്വസിച്ചു, പക്ഷേ പിന്നെ നിസ്കാരത്തിന്റെ കാര്യം അവൻ ഉൾക്കൊള്ളുന്നില്ല, സക്കാത്തിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, ഹജ്ജിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, നോമ്പിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല. മുസ്ലിമാവോ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊരു ചോദ്യമാണ്, അയാൾ മുസ്ലിമാവോ എന്ന എന്റെ ചോദ്യം. അയാൾ മുസ്ലിമാവോ? എന്തായിരുന്നു ഉണ്ടാത്തത്? ഒരാൾ ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ചു, ഒരു അമുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ജന്മനാ മുസ്ലിമായ ഒരാൾ പ്രായപൂർത്തിയായി അയാൾക്ക് ഷഹാദത്ത് കലിമയിലൊക്കെ നല്ല വിശ്വാസമാണ്, പക്ഷെ നിസ്കാരം ഉൾക്കൊള്ളുന്നില്ല, ചേകരൂരിനെ പോലെ നോമ്പിന് ഉൾക്കൊള്ളുന്നില്ല, ഹജ്ജ് ഉൾക്കൊള്ളുന്നില്ല, എന്നാ പിന്നെ അയാൾ മുസ്ലിമാവോ? അയാളെ പറ്റി മുർത്തദ് എന്നല്ലേ പറയാം. അപ്പൊ അതാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ രണ്ടാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകം 2ാം ക്ലാസ്സിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ലക്ഷക്കണക്കായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന 2ാം തരത്തിലുള്ള മദ്രസ പാഠപുസ്തകങ്ങൾ. 2ാം തരത്തിൽ 4 പിരീഡാണ് പഠിപ്പിക്കുക. ഒന്ന് വിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണം പഠിപ്പിക്കും, തജ്വീദ് സഹിതമുള്ള പാരായണം പഠിപ്പിക്കും. 2ാമത്തെ പിരീഡിൽ അഖീദ പഠിപ്പിക്കും, വിശ്വാസ തത്വങ്ങൾ അത് പഠിപ്പിക്കും. 3ാമത്തെ പിരീഡിൽ കർമാനുഷ്ഠാനങ്ങൾ അഥവാ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കും. 4ാം പിരീഡിൽ ലിസാനുൽ ഖുർആൻ അഥവാ അറബി ഭാഷയുടെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇങ്ങനെയാണല്ലോ അതിന്റെ പിരീഡുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ 1ാം പിരീഡിൽ ഖുർആനിന്റെ ഖിറാഅത്ത് തജ്വീദ് സഹിതം പഠിപ്പിക്കുമ്പോൾ 2ാം പിരീഡിൽ അഖീദയിൽ 1ാമത്തെ പാഠം, അഖീദയിലുള്ള 1ാമത്തെ പാഠം തന്നെ എന്താണ്? അഖീദ എന്നുള്ള പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠം അൽ ഇസ്ലാം എന്നാണ്.
അഥവാ ഒരാൾ ആദ്യമായിട്ട് മുസ്ലിമാകൽ എങ്ങനെ, അതാണ് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്, അല്ലാഹു തആല തൃപ്തിപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ്. അതാകുന്നു നമ്മുടെ ദീൻ. ഇസ്ലാം മതം സ്വീകരിച്ചവർക്ക് മുസ്ലിംകൾ എന്ന് പറയുന്നു. ആ ഇസ്ലാം സ്വീകരിച്ചവർക്കാണ് മുസ്ലിംകൾ എന്ന് പറയുക. എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക? അതാണ് ഇനി താഴെ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നാമത്തെ പാഠത്തിലെ 2ാം പാരഗ്രാഫിൽ പറയുന്നു, മുസ്ലിമാവാൻ അമുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലാത്തവൻ മുസ്ലിമാവാൻ 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞു, മനസ്സിൽ ഉറപ്പിച്ചു, വ്യക്തമാക്കി പറയണം. ഏതൊക്കെയാണ് 2 കലിമ? ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. രണ്ടാമത്തേതാണ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. അതോടുകൂടി ഒരാൾ മുസ്ലിമായി. അപ്പൊ ഷഹാദത്ത് കലിമയോടുകൂടി ഒരാൾ മുസ്ലിമായി. അതാണ് അഖീദയിൽ 1ാമത്തെ പാഠത്തിൽ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ആദ്യ ദിവസം 2ാം പീരീഡിലായിട്ട് എടുത്തു കൊടുക്കുന്ന പാഠപുസ്തകത്തിലൂടെ ലക്ഷക്കണക്കായ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി 3ാം പീരീഡിൽ ഫിഖ്ഹ് എന്ന് പറയുന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ, ഫിഖ്ഹ് അഥവാ ഇസ്ലാമിന്റെ കർമാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിലും പറയുന്നു ഇസ്ലാം കാര്യങ്ങൾ, മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5. അപ്പോ വിശ്വാസപരമായി മുസ്ലിമായ ഒരാൾ, അഖീദ കൊണ്ട് മുസ്ലിമായ ഒരാൾ, ഇനി അയാൾ മുസ്ലിമായി, പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, മുസ്ലിമായി എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ നിലവിൽ വന്നതിനു ശേഷം പിന്നെ അയാളിങ്ങനെ വെറുങ്ങലിച്ച് നടന്നാൽ പോരാ. അയാൾ പിന്നെ നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കണം, നോമ്പിനെ കുറിച്ച് പഠിക്കണം, ഹജ്ജിനെ കുറിച്ച് പഠിക്കണം, സക്കാത്ത് സംബന്ധിച്ച് പഠിക്കണം, താൻ അഭിമുഖീകരിക്കുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തൂണുകളായ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കണം. ഒരു മനുഷ്യന് അവരെ കൊണ്ട് അവൻ സ്വയമായി പ്രവർത്തിക്കേണ്ടുന്ന മുഴുവൻ കർമ്മപരമായ കാര്യങ്ങളും അവൻ പഠിച്ചു വെക്കുക എന്നുള്ളത് ഫർദ് ഐനാണ്. അതാരെങ്കിലും പഠിച്ചാൽ പോരാ, ഓരോ വ്യക്തിയും അവനവൻ തന്നെ പഠിക്കണം. അതവന്റെ മേൽ ഫർദ് ഐനാണ്, വ്യക്തിഗതമായ നിർബന്ധമായ ബാധ്യതയാണ്. അപ്പൊ ഒരാള് അതിനുശേഷം പിന്നെ അയാൾ നിസ്കാരത്തിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, അയാൾ മുസ്ലിമല്ല. സക്കാത്തിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, എങ്കിൽ അയാൾ മുസ്ലിമല്ല. നോമ്പിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, എങ്കിൽ അയാൾ മുസ്ലിമല്ല. ഹജ്ജിന്റെ കാര്യം ഉൾക്കൊള്ളുന്നില്ല, എങ്കിൽ അയാൾ മുസ്ലിമല്ല. അപ്പൊ അതാണ് പറഞ്ഞത് മുസ്ലിമാവാൻ നിർബന്ധമായ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് പ്രാഥമികമായിട്ട് ഒരാൾ മുസ്ലിമായതിനു ശേഷം ആ ഇസ്ലാമിയ്യത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിയ്യത്ത് അയാളിൽ നിന്ന് ഊരിപ്പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ മുസ്ലിം എന്നുള്ള ആ മഹത്തായ പദവി അയാളിൽ നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിർബന്ധം തന്നെയല്ലേ? ഒന്ന്, ഇസ്ലാമിന്റെ ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മൗലിക തത്വവുമായി ബന്ധപ്പെട്ട കാര്യം അഖീദയിലൂടെ, അഖീദ പാഠപുസ്തകത്തിലൂടെ മദ്രസയുടെ 1ാം 2ാം ക്ലാസ്സിലുള്ള 2ാം പീരീഡിൽ അഖീദയുടെ 1ാം പാഠം, ആ പാഠത്തിലൂടെ ലക്ഷക്കണക്കായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതേ വിദ്യാഭ്യാസ ബോർഡ് തന്നെ പിന്നീട് ഫുറൂഉദ്ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ ഇസ്ലാമിന്റെ ശാഖാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ഇസ്ലാമിയ്യത്ത് അഥവാ അവൻ മുസ്ലിമാവുക എന്നുള്ളത് നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. നിർബന്ധം തന്നെയല്ലേ? ആ പറഞ്ഞതിൽ എവിടെയാണ് പ്രശ്നമുള്ളത്, അതിലെന്താണ് കുഴപ്പമുള്ളത്, അതിലെന്താണ് തകരാറുള്ളത്, അതിലെന്താണ് ഹനലുള്ളത്? ഇത് ഞാൻ ചോദിക്കാൻ കാരണം, പറയാൻ കാരണം,
ഇപ്പോഴും ഉണ്ട് ചില മന്ദബുദ്ധികളായ ആളുകൾ. മന്ദബുദ്ധികളുടെ പിന്നാലെ കൂടുമ്പോൾ ഉണ്ടാകുന്ന മന്ദബുദ്ധികളുണ്ടല്ലോ. ഏതെങ്കിലും മന്ദബുദ്ധികളായ വിവരം കെട്ട ആളുകളുടെ അവർ വലിയ ഷെയ്ഖാക്കിയിട്ട് കുത്തുബുസ്സമാനാക്കിയിട്ട് കൊണ്ടുനടക്കുന്ന ആ ആൾക്കാര് ഈ വസ്തുത മനസ്സിലാക്കാതെ, ഈ അടിസ്ഥാനപരമായ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കാതെ, എന്നിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ മറ്റു പൊതുവേദിയിലുമൊക്കെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ വലിയ തെറ്റ് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കാം. പക്ഷേ അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിച്ചാൽ തന്നെ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം ഏതോ പടുജാഹിലിന്റെ പിന്നാലെ കൂടിപ്പോയി, അയാൾ അന്ധമായി അനുകരിച്ചുപോയി. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. ആരും അപജയങ്ങളുമാണ് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വളരെ ചെറിയൊരു ബുദ്ധിമതി, ചെറിയ ഒരു അറിവ് മതി, ചെറിയൊരു വിശദീകരണം കൊണ്ട് തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് സാന്ദർഭികമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഉണർത്താനുള്ളത്. അപ്പൊ 2ാം ക്ലാസ്സിലുള്ള ഫിഖ്ഹിന്റെ പാഠപുസ്തകത്തിൽ ഉള്ള 1ാമത്തെ അധ്യായം മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ട് അതുമാത്രം ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചതുകൊണ്ട് മാത്രം തകരുന്നതല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി. അത് വളരെ ശാസ്ത്രീയമായി സ്റ്റെപ്പായിട്ട് കുട്ടികളുടെ മനസ്സിൽ നൽകേണ്ടുന്ന ഓരോ കാര്യങ്ങളും അതത് സന്ദർഭത്തിൽ, അതത് പിരീഡുകളിൽ, അതത് ഉസ്താദുമാരുടെ മുഅല്ലിമീങ്ങളുടെ വിശദീകരണത്തോടുകൂടി നൽകപ്പെടുന്ന വിദ്യാഭ്യാസമാണ് മദ്രസകളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മദ്രസയിലുള്ള പാഠപുസ്തകങ്ങൾ അഖീദയാവട്ടെ, ഫിഖ്ഹാവട്ടെ, ലിസാനുൽ ഖുർആനാവട്ടെ, മറ്റെന്തോ ആവട്ടെ, അതുപോലെ ലൈബ്രറിയിൽ പുസ്തകം എടുത്തു കൊടുക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ പുസ്തകമുണ്ട്, ആ പുസ്തകങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചോളി, നിങ്ങൾക്ക് എന്തായാലും എന്ന് മനസ്സിലായത് അതേമാതിരി നിങ്ങൾ പ്രവർത്തിച്ചോളി എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമല്ല. മറിച്ച് ഒരു ഉസ്താദ് ആദ്യം അത് വായിച്ചു കൊടുക്കുന്നു, പിന്നീട് അത് അർത്ഥം വെച്ചു കൊടുക്കുന്നു, പിന്നീട് അത് വിശദീകരിച്ചു കൊടുക്കുന്നു, അതിലുള്ള മുഴുവൻ സംശയങ്ങളും തീർത്തു കൊടുക്കുന്നു. കുട്ടികളെ ശരിയായ ദീനീ വിജ്ഞാനം കുട്ടികളിൽ അവരുടെ കൽബിൽ ഉറപ്പിച്ചു കൊടുക്കുന്നു. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും 10,000-കണക്കിന് മുഅല്ലിമീങ്ങളിലൂടെ, അതുപോലെ 100-കണക്കിന് മുഫത്തിഷുമാരിലൂടെ, അങ്ങനെയുള്ള ധാരാളം സംവിധാനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ കൽബുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അല്ലാതെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് ഒരു പുസ്തകം അറബി മലയാളത്തിൽ ഒരു പുസ്തകം ഞങ്ങൾ അടിച്ചിറക്കിയിട്ടുണ്ട്, ഇത് വീട്ടിൽ പോയിട്ട് വായിച്ചോളിയതാണോ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. ഇത്തരം ദുരാരോപണങ്ങൾ ഒരു പക്ഷേ പറയുന്നതിൽ ചില സാങ്കത്യം ഉണ്ടാകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. വ്യക്തമായ വിശദീകരണം, വ്യക്തമായ തഅലീം, ശരിയായ പഠിപ്പിക്കൽ, ആ പഠിപ്പിക്കലിന് ആവശ്യമായ കോച്ചിങ് നൽകപ്പെട്ടതായിരിക്കുന്ന അധ്യാപകന്മാർ, മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, ആ ഉസ്താദുമാരിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളൊക്കെ ശരിയായ വിധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കണം. വിമർശകർ ശരിയായ വിധത്തിലും മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യങ്ങൾ, അത് ഏത് കാര്യമാണെങ്കിലും അതിലടങ്ങിയ ഈമാനികമായ തത്വങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് സ്വീകാര്യമാവുക, അത് അതിന്റെ യഥാർത്ഥ നിലയിൽ അംഗീകരിക്കപ്പെടുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമൻ യഅമൽ മിന സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ. സൽക്കർമ്മങ്ങൾ ഏതുമാവട്ടെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആര് പ്രവർത്തിക്കുന്നതാവട്ടെ, ഈമാനുള്ളതായ സ്ഥിതിയിലാകുമ്പോഴാണ് സ്വർഗപ്രവേശനമുണ്ടാവുക, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈമാനിക വശം ഏതൊരു സൽക്കർമ്മത്തിലും ഊളിയിട്ടുകൊണ്ടിരിക്കുന്നു. അഖീദയുടെ കാര്യം, വിശ്വാസത്തിന്റെ ഭാഗം ഏതൊരു അമലിലും അടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ പാഠപുസ്തകത്തിൽ ഈ രൂപത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ എത്രയോ ആളുകളുണ്ട്.
ഉദാഹരണം പറയുകയാണെങ്കിൽ സുന്നികളുടെ ഒരു ഐഡന്റിറ്റിയാണ് ഒരാൾ ദുആ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിൽ കൂട്ടുകൂടുക എന്നുള്ളത്. നമ്മൾ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്, ധാരാളം ദുആ ചെയ്യാറുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ മൊത്തത്തിലായിട്ട് ദുആർക്കാറുണ്ട്. ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നേരിട്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടി ദുആർക്കുമ്പോൾ അല്ലാത്തവരുടെ പ്രശ്നങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നു, അതിലടങ്ങുന്നു. അവർക്ക് വേണ്ടിയും ആ ദുആ നടക്കുന്നു. അപ്പൊ അതിലെല്ലാവരും നമ്മളെല്ലാവരും ആമീൻ പറയും. ചില ആളുകൾ ആ ആമീൻ ടെക്സ്റ്റ് ചെയ്ത് അറിയുന്നു, ആളുകൾ അത് നാവുകൊണ്ട് പറയുന്നു. അങ്ങനെ ആയിരക്കണക്കായ ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആയിൽ അതൊരു ഉദാഹരണമാണ്. ഉസ്താദിനെ പോലുള്ള മറ്റു ഉസ്താദുമാർ ക്ലാസ് എടുക്കുമ്പോഴും അവരെല്ലാവരും ദ്വാരക്കാറുണ്ട്. തുടക്കത്തിൽ ദ്വാരക്കാറുണ്ട്, ഒടുക്കത്തിൽ ദ്വാരക്കാറുണ്ട്. അങ്ങനെ ദ്വാർക്കുമ്പോ ബാക്കിയുള്ളവര് ആമീൻ ചൊല്ലുക എന്നുള്ള പ്രവർത്തനത്തിന്റെ പേരാണ് കൂട്ടുപ്രാർത്ഥന എന്നുള്ളത്. കൂട്ടുപ്രാർത്ഥന അല്ലേ? ഈ കൂട്ടുപ്രാർത്ഥന അല്ലെങ്കിൽ ഒരാൾ ദ്വാർക്കുമ്പോ ബാക്കിയുള്ളവര് ആമീൻ പറയുക എന്നുള്ള മുസ്ലിമീങ്ങളെ വേർതിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ സംസ്കാരമാണ് എന്ത്? ഈ സ്വഭാവം എന്ന് പറയുന്നത്. ഒരാൾ ദുആർക്കുന്നു, ബാക്കിയുള്ളവര് ആമീൻ പറയുക എന്നുള്ള സ്വഭാവം. പക്ഷേ ആ സ്വഭാവത്തിനെ വിമർശിച്ചുകൊണ്ട് അതിനെ കളിയാക്കുകയാണ് പല ആളുകളും ചെയ്യുന്നത്. ഇപ്പോ അടുത്ത് ഷാർജക്കാരൻ മൗലവിയുടെ ഒരു പ്രസംഗം ആരോ വാട്സപ്പിലോ ഇട്ടത് കാണാനിടയായി. അയാളിങ്ങനെ ബദരീകളെ പറ്റി ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട്, ബദരീകളെ അനുസ്മരിക്കുന്ന മുസ്ലിമീങ്ങളുടെ ആചാരത്തെ വളരെ രൂക്ഷമായിട്ട് 17 അന്ന് ബദർ മൗലൂദ് ചെല്ലുന്നതിനെ കുറിച്ച് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതായിട്ട് കണ്ടു. അയാളെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും അയാളെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അയാൾ ഇങ്ങനെ ദ്വാർക്കാറുണ്ട്. മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് ദ്വാർക്കാറുണ്ട്. ഒറ്റ ചോദ്യം അയാളോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഈ പ്രസംഗത്തില് തുടക്കത്തിലും ഒടുക്കത്തിലും ഇങ്ങനെ ദ്വാർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്? നബിയുടെ ഏത് പ്രസംഗത്തിലാണ് ഇങ്ങനൊരു ദുആ ഉള്ളത്? ദുആ എന്ന് പറയുന്നത് ഇബാദത്താണല്ലോ. ദുആ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്താണല്ലോ. പടച്ചവന്റെ ഭാഗത്തിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണല്ലോ. ഇജാബത്ത് ദുനിയാവിന് ഒരു പക്ഷേ ഉണ്ടാവും, ഇജാബത്ത് അല്ലെങ്കിൽ ആഖിറത്തുനിന്നുണ്ടാവും. എന്തായാലും ഇജാബത്ത് ദുആ ചെയ്ത കാര്യം, ദുആയിൽ അല്ലാഹുവിനോട് അപേക്ഷിച്ച കാര്യം ലഭ്യമാകുന്നത് ഒരുപക്ഷെ ദുനിയാവിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ പരലോകത്തു നിന്നായിരിക്കും. പക്ഷെ എന്തായാലും ഇനിയിപ്പോ ഇജാബത്ത് ഇല്ല എന്ന് നോക്കുക. ഒരാൾ ദ്വാർന്നു, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു വരണേന്ന് ദ്വാർന്നു, പുറത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്റെ കാര്യം സാധിപ്പിച്ചു തരണേന്ന് ദ്വാർന്നു, സാധിച്ചു കിട്ടി. പക്ഷെ ശിഫയായില്ലെങ്കിലും ആ ദുആക്ക് പ്രതിഫലമുണ്ടല്ലോ, സവാബുണ്ടല്ലോ. ദുആക്ക് രണ്ട് സംഗതിയുണ്ട്. ദുആക്ക് പ്രതിഫലം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, ദുആക്ക് ഇജാബത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ സംഗതിയുണ്ട്. എന്താണോ അല്ലാഹുവിനോട് അപേക്ഷിച്ചതെങ്കിൽ അപേക്ഷിച്ച കാര്യങ്ങൾ അത് അല്ലാഹു തആല സാധിപ്പിച്ചു തരിക എന്നുള്ളതാണ് ഇജാബത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദുആ എന്നുള്ളത് ഒരു ഇബാദത്താണ്. ഇബാദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരും, പ്രതിഫലം, അതിന്റെ സവാബ് അത് പരലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഇജാബത്ത് വേറെ, സവാബ് വേറെ. ഇജാബത്തും സവാബും രണ്ടും ലഭിക്കും ചിലപ്പോൾ. അപ്പോ രണ്ടായാലും അത് രണ്ടും കൂടിയാലും രണ്ടായാലും പടച്ച തമ്പുരാന്റെ ഭാഗത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന അല്ലെങ്കിൽ കൂലി കിട്ടുന്ന ഒരു വലിയ ഇബാദത്താണല്ലോ ദുആ. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആയാണ് ഇബാദത്തുകളുടെ മർമ്മം, ഇബാദത്തിൽ സുപ്രധാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രമാദമായ ഹദീസ് എല്ലാവർക്കും അറിയുന്ന ഹദീസാണല്ലോ. അദ്ദുആഉ ഹുവൽ ഇബാദ. അതിന്റെ വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് എന്താണ്? അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് ഇബാദത്തിന്റെ മജ്ജയാണ്, ഇബാദത്തിന്റെ നെലുവാണ്, ഇബാദത്തിനെ നിർത്തുന്ന ഇബാദത്തുകളെ നിവർത്തിപ്പിക്കുമ്പോൾ ഇയാളൊരു ഉദാഹരണമാണ്. ഇയാളെ പോലത്തെ മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ പ്രസംഗത്തിന് നീണ്ട ദുആ നടത്തുന്നു, അവസാനത്തിന് നീണ്ട ദുആ നടത്തുന്നു. അനുയായികൾ ആദ്യം പറയുന്നില്ല എങ്കിലും
ആമീൻ പറയുന്ന ഒരു ശീലം അവർക്കില്ല എങ്കിലും, അവരുടെ ശ്രോതാക്കൾ ആമീൻ പറയാറില്ല എങ്കിലും, പക്ഷെ എങ്കിലും നമ്മുടെ ചോദ്യം എന്താണ്? നിങ്ങളുടെ ഈ പ്രസംഗത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഇബാദത്ത് നിർവഹിച്ചത്, ഒടുക്കത്തിൽ ഇങ്ങനെ ഒരു ഇബാദത്ത് നിർവഹിച്ചത്, അതിന്റെ തെളിവെന്തരോ പറ, അതിന്റെ തെളിവുകളുടെ പറയാനാ ചോദിച്ചത്. ആ ചോദ്യം ഈ ഷാർജക്കാരൻ മൗലവി പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു മൗലവി മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിനെ ഖണ്ഡിക്കുവാൻ വേണ്ടി പിറ്റന്നാൾ അവിടെ ചെന്നപ്പോൾ ഈ ഉള്ളവൻ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ തലേനാളുള്ള പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഏകദേശം 5 മിനിറ്റോളം നടത്തിയ ദുആ. ആ ദുആയിലാണ് പറയുന്നത്, ഞങ്ങളെ മുജാഹിദാക്കി മരിപ്പിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ മുജാഹിദാക്കി മരിപ്പിക്കണേ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുജാഹിദാക്കി മരിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലാക്കിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ എന്നിങ്ങനെ ദുആ ചെയ്തു. ഒരുപാട് ദുആ ചെയ്തു. രോഗത്തിന്റെ ശിഫത്ത് വേണ്ടി ദുആ ഇറക്കുന്നു, മറ്റനേകം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി ദുആ ഇറക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ദുആ ഇറക്കുന്നു. എന്താ അതിന്റെ തെളിവ്? ഏത് ഹദീസിലാണത് പറഞ്ഞത്? അതുകൂടെ പറയണം. ഏത് ഹദീസിലാണത് പറഞ്ഞത്? ഞങ്ങൾ ചോദിച്ചു, പിറ്റന്നാൾ ചോദിച്ചു, ഏത് ഹദീസിലാണത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? സഹീഹായ ഹദീസ് തന്നെ ഉദ്ധരിക്കണം. സഹീഹിന്റെ താഴെയുള്ള ഹസൻ ഉദ്ധരിച്ചിട്ട് കാര്യമില്ല, കാരണം അത് നിങ്ങൾക്ക് തെളിവല്ലല്ലോ. ഏതെങ്കിലും സ്വഹാബിമാര് പ്രവർത്തിച്ചത് ഉദ്ധരിച്ചിട്ട് കാര്യമില്ല, കാരണം സ്വഹാബി മരിച്ചുപോയ മൃതിയടഞ്ഞ നേതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ എഴുതിവെച്ച രേഖകൾ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ അത് ഉദ്ധരിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് പ്രമാണമല്ല. സ്വഹാബത്ത് നിങ്ങൾക്ക് പ്രമാണമല്ല. സ്വഹാബിമാരുടെ വാക്കും പ്രവൃത്തിയും നിങ്ങൾക്ക് പ്രമാണമല്ല. അത് നിങ്ങൾക്ക് തെളിവല്ല. അത് ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദാകാൻ കഴിയൂല. അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ മുജാഹിദായി മരിക്കൂല. സ്വഹാബത്തിന്റെ പ്രവർത്തനം അനുകരിക്കുന്നവൻ സുന്നിയായിട്ടേ മരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ദ്വാരക്കുന്നത് മുജാഹിദായിട്ട് മരിപ്പിക്കണേ എന്നല്ലേ? മുജാഹിദായിട്ട് മരിപ്പിക്കണമെങ്കിൽ സ്വഹാബത്തിന്റെ പ്രവർത്തനത്തെ ഇത്തിബാ ചെയ്യാൻ പാടില്ല, കാരണം അത് തെളിവല്ല, അത് ദീനിൽ പ്രമാണമല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ പിന്നെ നിങ്ങളുടെ തെളിവെന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ നടത്തിയ പോലുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? പ്രസംഗത്തിന്റെ ഒടുക്കത്തിൽ ചെയ്തിട്ടുണ്ടോ? അല്ലേ? നമ്മൾ പ്രസംഗം കഴിഞ്ഞ ഒരു സദസ്സ് പിരിച്ചുവിടുമ്പോൾ സലാത്തല്ലേ പിരിച്ചുവിടാറില്ലേ? അതിന് തെളിവ് ചോദിക്കുന്ന ആളുകൾ, ആ ആളുകളോട് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യമാണ്, സ്വലാത്തിനേക്കാളും വലിയ ഇബാദത്താണല്ലോ ദുആ എന്ന് പറയുന്നത്. സ്വലാത്ത് ഒരു ദുആയാണ്. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാകുന്നതോടൊപ്പം തന്നെ അതിന്റെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ്. നബിക്ക് വേണ്ടി ദുആർക്കുന്നത്, നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത്, നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്തിന്റെ ദുആ നടത്തുന്നത് കൊണ്ടുള്ള അതിന്റെ ഗുണം, അതുകൊണ്ടുള്ള നേട്ടം, അത് ഈ സ്വലാത്ത് ചൊല്ലി നമ്മക്കാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സ്വലാത്തിന് തെളിവ് ചോദിക്കുന്ന നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഒടുവിൽ നടത്തിയ ദുആ അത് എവിടുന്ന് കിട്ടി? അതിന്റെ തെളിവ് പറ. അപ്പൊ അതിനെനിക്ക് തെളിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണോ അതിന്റെ തെളിവ്? അപ്പോൾ ഞങ്ങൾ ഇയാളുടെ പ്രസംഗത്തിന്റെ ഇയാളെ ഗണ്ണിക്കാൻ വേണ്ടി ഈ മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ ഒന്ന് പ്രസംഗിച്ച മൗലവിയെ ഗണ്ണിക്കാൻ വേണ്ടി പിറ്റന്നാളിത് ചോദിച്ചപ്പോ പിന്നെ അയാള് കുറെ ആഴ്ചകൾക്ക് ശേഷം ഖനനം എന്ന പേരിൽ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയോ? അത് ദ്വാർക്കണം എന്നുള്ളത് പൊതുവായിട്ട് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടൊരു തത്വമല്ലേ? എന്താ പറഞ്ഞത്? ദ്വാർക്കണം എന്നുള്ളത് പൊതുവായിട്ട് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടൊരു തത്വമല്ലേ? അപ്പൊ അതിപ്പോ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ദ്വാർന്നാ പിന്നെ ഇതിന്റെ കുഴപ്പമെന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. പ്രസംഗത്തിന്റെ തുടക്കത്തിലും പ്രസംഗത്തിന്റെ ഇടയിലും പ്രസംഗത്തിന്റെ ഒടുവിലും ഇങ്ങനെ ദുആ നടത്തിയാൽ പ്രസംഗത്തിൽ പാടില്ല എന്നതിലേക്ക് തെളിവുണ്ടോന്നാ പിന്നെ തിരിച്ചു ചോദിച്ചത്. എന്നാ അതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്, അതേ മറുപടി തന്നെയാണ് ഞങ്ങൾക്കും നൽകാനുള്ളത്. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എപ്പോഴുമാവാം. അത് ഒരു പ്രസംഗത്തിന്റെ ആരംഭത്തിലാവാം, പ്രസംഗത്തിന്റെ നടുവിലാവാം, പ്രസംഗത്തിന്റെ ഒടുവിലാവാം. അത് പാടില്ല, ഒടുവിൽ പാടില്ല, നടുവിൽ പാടില്ല, തുടക്കത്തിൽ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പൊതുവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞതെന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ മലക്കുകളും
യുസല്ലൂന അലൻ നബി, ഈ നബിയുടെ മേൽ സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയതിനാൽ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, അല്ലയോ വിശ്വസിച്ചതായൊരുത്തരെ നിങ്ങൾ ആ നബിയുടെ മേൽ സലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ എന്ന് അല്ലാഹു പറയുമ്പോ അവിടെ ആ സലാത്ത് അന്നും മലായികത്തും നിർവഹിക്കുന്നു എന്ന് പറയുന്ന സലാത്തും മുഅ്മിനീങ്ങളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട സലാത്തും ഇന്ന സമയത്തിലാവുക എന്ന ഒരു നിബന്ധന അവിടെ പറയുന്നില്ല. ഇന്ന സമയത്തിലാവുക എന്ന ഒരു നിബന്ധന അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന സമയത്തിന് അത് പാടില്ല എന്ന് പറയണമെന്ന് തണ്ടാസിൽ കയറിയാൽ പിന്നെ സലാത്തെല്ലാം പാടില്ല. തണ്ടാസിൽ കയറിയാൽ സലാത്തെല്ലാം പാടില്ല. കാരണം തണ്ടാസിൽ കയറിയാൽ ദിക്റുകൾ പാടില്ല, സംസാരം പാടില്ല, സലാത്ത് പാടില്ല എന്നുള്ളതിന് വേറെ തെളിവുണ്ട്. അതേസമയത്ത് ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു വയല് കഴിഞ്ഞാണ് തിരിച്ചുവിടുമ്പോ സലാത്ത് ചൊല്ലുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഒരു വയലിന്റെ തുടക്കത്തിൽ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം, അത് വേറൊരു സലാത്താണ്. അങ്ങനെ ഒരു സലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു നിയമത്തെ ഇസ്ലാമിന്റെ പേരിൽ കൂട്ടിക്കെട്ടി കൊണ്ടുവരിക എന്നുള്ളത് കടുത്ത വിദഅത്താണ്, കടുത്ത പുത്തൻവാദമാണ്, കടുത്ത സത്യനിഷേധമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വിദഅത്ത് സംഭവിക്കുന്നത് ആരോപകർക്കാണ്, അല്ലാതെ സ്വലാത്ത് ചൊല്ലുന്നവർക്കല്ല. നബിയുടെ മേലില് പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ മൗലായ ചൊല്ലുന്നവർക്കല്ല, പ്രഭാഷണത്തിന്റെ ഒടുവിൽ സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നവർക്കല്ല, മറിച്ച് അതിനെ നിഷേധിക്കുന്നവർക്കാണ്. എന്നിട്ടും അവർ പറയും നിങ്ങളാണ് വിദഅത്തുകാർ. യഥാർത്ഥത്തിൽ വിദഅത്ത് ചെയ്യുന്ന ആളുകൾ പറയാണ്, വിദഅത്തിന്റെ വാഹകർ പറയാണ്, വിദഅത്തിന്റെ വക്താക്കൾ പറയാണ് നിങ്ങളാണ് വിദഅത്തുകാര്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ് ആടിനെ പിടിച്ച് പട്ടിയാക്കുന്നു, പട്ടിയെ പിടിച്ച് പിന്നെ പേപ്പട്ടിയാക്കുന്നു. അങ്ങനെ പിന്നെ ആ പാവപ്പെട്ട സാധു ജീവിയായ മനുഷ്യർക്കും ഉപകാരം മാത്രം ചെയ്തു തരുന്ന പാവപ്പെട്ട ആട് എന്ന് പറയുന്ന ആ ജീവിയെ പിടിച്ച് തച്ച് കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. ഇതിന്റെ പേരാണ് വഹാബിസം. വഹാബിസം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജൽപ്പനങ്ങളും, അത് തൗഹീദിന്റെ വിഷയത്തിലാവട്ടെ, ശിർക്കിന്റെ കാര്യത്തിലാവട്ടെ, സുന്നത്തിന്റെ വിഷയത്തിലാവട്ടെ, ബിദ്അത്തിന്റെ കാര്യത്തിലാവട്ടെ, ആചാരത്തിന്റെ കാര്യത്തിലാവട്ടെ, അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലാവട്ടെ, വിശ്വാസത്തിന്റെ കാര്യത്തിലാവട്ടെ, ഏത് വിഷയത്തിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ആകെ തുക ഈ പറഞ്ഞതാണ്. വസ്തുതയെ വളച്ചൊടിക്കുന്നു, എന്നിട്ട് അതിനെ വസ്തുത അല്ലാതെയാക്കുന്നു, എന്നിട്ട് അതിന് മറ്റൊരു പേര് നൽകുന്നു. ആ പേര് ദുഷ്ടപേരായിരിക്കും. എന്നിട്ട് ആ ദുഷ്ടപേരിന്റെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ ഒരു പേര് നൽകിക്കൊണ്ട് അതിനെ പ്രഹരിക്കുന്നു. അങ്ങനെ യഥാർത്ഥമായ ശരിയായ ഒരു കാര്യത്തെ തെറ്റായി ജനങ്ങൾക്കിതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ പ്രഹരിക്കുന്നു, അതിനെ വിമർശിക്കുന്നു, അതിനെ ആക്ഷേപിക്കുന്നു, അതിനെ വിദഅത്തായി ചിത്രീകരിക്കുന്നു, അതിനെ പുത്തനാചാരമായി കാണുന്നു, ചിത്രീകരിക്കുന്നു, വിമർശിക്കുന്നു, എതിർക്കുന്നു. ഇതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലേ? അതേ സമയത്ത് ഫർദ് നിസ്കാരങ്ങളാകുന്ന സലാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഅദീമിനോട് മക്റൂനത്തായ അല്ലാഹുവിന്റെ ആദരവിനോട് അന്വയിക്കപ്പെട്ടതായ റഹ്മത്ത് എന്ന് പറയുന്ന സലാത്ത്, ആ സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിക്കുക എന്ന് പറയുന്ന ആ സലാത്ത്, അതിന് പ്രത്യേകമായൊരു സമയമില്ല, പ്രത്യേകമായൊരു നിബന്ധനയില്ല. അതേ സമയത്ത് വേറൊരു സലാത്തുണ്ട്, അത് 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്ന സലാത്ത്, ഫർദ് നിസ്കാരങ്ങൾ. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ആ പറഞ്ഞ നിസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, തീർച്ചയായും ആ നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് മേൽ സമയം നിശ്ചയം എന്ന് പറയുന്ന നിബന്ധന കൊണ്ട് അതിനെ ബന്ധിപ്പിക്കപ്പെട്ടു. സമയം എന്ന് പറയുന്ന നിബന്ധന കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടാൽ എന്താ പിന്നെ അതിന്റെ അർത്ഥം? ആ സമയമാകുന്നതിന് മുമ്പ് അത് നിർവഹിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ അതിന്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് നിർവഹിച്ച് തീർക്കണം. സമയമായതിനു ശേഷം സമയം കഴിയുന്നതിന് മുമ്പായിട്ട് അത് നിർവഹിക്കാതിരുന്നാൽ സമയം കടക്കലോടുകൂടി, സമയം തീരലോടുകൂടി അത് ഖളാ ആയിപ്പോയി. സമയം തീരലോടുകൂടി ഖളാ ആയിപ്പോയി. ഫർദ് നിസ്കാരങ്ങളുടെ അവസ്ഥ അതാണ്.
ഒരാളിപ്പോ ഇന്നിപ്പോ പാതിരയായി, 12 മണി കഴിഞ്ഞ് 1 മണിയായി അല്ലെ, 1:33 ഇനി നാളെ ഇന്ന് സുബീക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെ, സുബീക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ സുബീസ്കരിച്ചാൽ അത് ഹറാമാണ്. അമീരുല്ലൂർ എഴുതുന്നു 11.03 ആയിട്ടുള്ളൂ എന്നുള്ളത് അത് നിങ്ങളുടെ നാട്ടിലത്തെ കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലത്തെ കാര്യത്തെ ആണ് ഞാൻ പറഞ്ഞത്. 1:33 AM. അതേസമയത്ത് നിങ്ങൾക്ക് PM ആണ്, ഞങ്ങൾക്ക് AM ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയമാകുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ചാൽ ഹറാമാണ്. നാളെ സൂര്യോദയം കഴിഞ്ഞിട്ടാണ് ഒരാൾ സുബീസ്കരിക്കുന്നതെങ്കിൽ അത് ഖളാ ആണ്, അത് മനഃപൂർവ്വം ചെയ്യുന്ന ഹറാമാണ്. എങ്കിലും അതങ്ങനെ നിസ്കരിച്ചാൽ കബൂലാകുന്നതാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്, സഹിയാകുന്നതാണ്. ഇങ്ങനെയല്ലേ മസലുള്ളത്. അതുപോലെ തന്നെയാണ് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണല്ലോ തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തിനെ സംബന്ധിച്ചുള്ള വിശദമായ പഠനം ബഹുമാനപ്പെട്ട ജലീദാരിമിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നടന്നു. നിരവധി സംശയങ്ങൾക്ക് നിവാരണമുണ്ടായി. ഒരുപാട് പ്രതിയോഗികൾ വന്ന് സംശയം ചോദിച്ചിട്ട് അവരൊക്കെ മുട്ടുമടക്കി തിരിച്ചുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ സാധിച്ചിട്ടില്ല. റമദാനായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്ലാസ് റൂം തുറക്കാൻ സമയം ലഭിക്കാത്തതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും ക്ലാസ് റൂമിൽ വരാറില്ല. എങ്കിലും ഇല്ലേ, അങ്ങനെയല്ല അമീർ സാഹിബ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചില ആൾക്കാരൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതല്ലേ? അങ്ങനത്തെ ഞാൻ അറിഞ്ഞു, അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടു. വാട്സപ്പിലുണ്ടോ? അതെ. അപ്പോ ഞാൻ അത് കൂടുതൽ വിശദമായി പറയുന്നില്ല. ഈ തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അതിന്റെ സമയം ഏതാണ്? അതിന്റെ സമയം മാസ നിലക്കും അതിന് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റനേക വിധത്തിലും അതിന് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാസം എന്ന നിലക്ക് തറാവീഹുള്ള സമയം ഏതാണ്? റമദാൻ മാസം. അല്ലാതെ ശവ്വാൽ മാസത്തിന് തറാവീഹില്ല, ശഅബാൻ മാസത്തിന് തറാവീഹില്ല, മറ്റു മാസങ്ങളിൽ തറാവീഹില്ല. തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരം റമദാനിന്റെ സവിശേഷമായ, റമദാൻ കൊണ്ട് പ്രത്യേകമായ നിസ്കാരമാകുന്നു തറാവീഹ് എന്ന് പറഞ്ഞാൽ. അല്ലെ, തങ്ങൾ പറഞ്ഞതെന്താ? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ, അതാ ഖിയാമു റമദാൻ. ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാൽ അൽ മുറാദ് ബി ഖിയാമു റമദാൻ അത്തറാവീഹ്. ഖിയാമു റമദാൻ കൊണ്ടുള്ള ഉദ്ദേശം തറാവീഹ് ആകുന്നു. അതിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അപ്പൊ അത് റമദാൻ മാസത്തിലാണ്, അല്ലാത്ത മാസത്തിലില്ല. അതുപോലെ തന്നെ അത് രാത്രിയിലാണ്, പകലിലല്ല. അതുപോലെ തന്നെ രാത്രിയിലാന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷമല്ല, മറിച്ച് ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ് ഇതിന്റെ സമയം ആരംഭിക്കുന്നത്. അതിന്റെ സമയം അവസാനിക്കുന്നത് സുബഹിക്ക് ബാങ്ക് കൊടുക്കലോടുകൂടെയാണ്. സുബഹിക്ക് ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാക്കണം, സമയമായതിനു ശേഷം സുബഹിയുടെ സമയമായി എന്ന് അറിയിക്കുന്ന ബാങ്കുണ്ട്. അതോടൊപ്പം തന്നെ സുബഹിക്ക് മുന്നോടിയായിട്ട് തഹജ്ജുദ് എഴുന്നേൽക്കാൻ വേണ്ടി പാതിരാവിന് ശേഷം നിർവഹിക്കപ്പെടുന്ന ബാങ്കുണ്ട്. അത് എല്ലാ പള്ളിയിലില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ പള്ളികളൊന്നും കാണുന്നില്ല. ഗൾഫിലേതെങ്കിലും പള്ളിയിലുണ്ടോ എന്നറിയില്ല. മക്കത്തും മദീനത്തും എന്താണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല. അവിടുത്തെ ആൾക്കാരാണ് അത് അറിയിക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ പാതിരാവിന് ശേഷം സുബഹിക്ക് മുന്നോടിയായിട്ട് ഇല്ലേ, മക്കത്തും മദീനത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. മക്കത്തും മദീനത്തും ഉണ്ടല്ലേ? 2 വാങ്ങുണ്ടോ? സുബഹിക്ക് 2 വാങ്ങുണ്ടോ? അത് റമദാനിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത കാലത്തുണ്ടോ? അല്ലാത്ത കാലത്തുണ്ട് എന്ന് പല ആളുകളും രേഖപ്പെടുത്തുകയാണ്. അപ്പോ അങ്ങനെ പാതിരാവിന് ശേഷം ഈ സമയത്ത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 2 മണിക്കോ 3 മണിക്കോ 3:30 4 മണിക്കൊക്കെ ബാങ്ക് കിട്ടും. ബാങ്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്രം കയ്യിൽ വെച്ചുകൊണ്ട് അത്താഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ബാങ്ക് കേട്ടത്. എന്നാൽ ആ പാത്രത്തിലുള്ളത് ഇനി തിന്നാൻ പറ്റൂലേ? പറ്റുന്നാണ്. ആ പാത്രത്തിന് തിന്നാൽ നോമ്പിന് അത് ഫസാദുണ്ടാക്കൂല, നോമ്പിന് കുഴപ്പമുണ്ടാക്കൂല. അതാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരാൾ സുബഹിന്റെ ബാങ്ക് നിദാഇനെ കേട്ട് കഴിഞ്ഞാൽ അയാൾ ആ പാത്രത്തിനെ നിലത്തേക്ക് മറിച്ച് ഒന്നാം ബാങ്കിനെ സംബന്ധിച്ചാണ്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റു ഹദീസുകളിലൂടെ അല്ലെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, ഹത്താ യതബയ്യനൽ ഖൈത്തുൽ അബയ്യദു മിനൽ ഖൈത്തിൽ അസ്വദി എന്നാണല്ലോ. ഫജ്ർ സ്വാദിക്ക് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പാടില്ല എന്നുള്ളത് ഖുർആനിന്റെ നസ്സാണ്. ഹത്താ യതബയ്യനൽ ഖൈത്തുൽ അബയ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി. ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ സ്വാദിഖാണ്, സത്യപ്രഭാതമാണ്, സത്യപുരവിയാണ്. അത് വിടരലോടുകൂടി സമയമാകലോടുകൂടി പിന്നെ തിന്നാൻ പാടില്ല എന്നുള്ളത് ഖുർആനിന്റെ നസ്സാണ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞതിന്റെ താല്പര്യം ആ ബാങ്കിനെ സംബന്ധിച്ചല്ല, മറിച്ച് അത് ഏത് ബാങ്കിനെ പറ്റിയാണ്? അത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദ്യം നിർവഹിച്ച ഒന്നാം ബാങ്കിനെ സംബന്ധിച്ചാണ്. അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച രണ്ടാമത്തെ ബാങ്ക് സുബഹിയുടെ സമയമായി എന്നറിയിക്കുന്ന ബാങ്ക്, ആ ബാങ്കിനെ സംബന്ധിച്ചല്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല ഈ ഹദീസുകളെല്ലാം ജംഅ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നും രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമായി വിശദീകരിക്കുകയാണ്. അപ്പോ സുബഹിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലേ, ഫജ്ർ സ്വാദിക്ക് വെളിവാകുമ്പോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലേ, അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിലുള്ളത് തിന്നാം എന്ന് പറയുന്നത് വഹാബികളെ ഓഫറാണ്. അത് നമ്മൾ അസ്ലം കൊടുവള്ളി ഫേസ്ബുക്കിലൊക്കെ അത് വളരെ വിശദമായിട്ട് വഹാബികളുടെ ഓഫർ, ബാങ്ക് കൊടുത്താലും തിന്നാം എന്ന അല്ലെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായിട്ട് അത് നല്ലൊരു ചർച്ച തന്നെ ആ വിഷയത്തിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നടക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ അവരുടെ സംശയങ്ങൾ തീരാൻ ആ ഒരു പിന്നെ എന്താ പറയാ അദ്ദേഹം ആ ചെയ്തത് വളരെ ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് സുഹൃത്തുക്കൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി, അതൊരു ചർച്ചയ്ക്ക് വിധേയമാവുകയുണ്ടായി. ധാരാളം ആളുകൾ ടെലിഫോണിലൂടെ ഇങ്ങനൊരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ട വിശദീകരണം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പ്രവർത്തകരുടെ ഇടപെടലുകളെല്ലാം തന്നെ സ്വീകരിക്കുമാവട്ടെ. അവരുടെയൊക്കെ ജോലികൾ, അവരൊക്കെ അവരുടെ നാടും വീടും ഒഴിവാക്കിയിട്ട് വിദേശങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുകയാണ്, കുടുംബത്തെ പോറ്റാൻ വേണ്ടി, ദീനിന്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ വേണ്ടി. അതിനിടയിൽ കിട്ടുന്ന ഏതാനും ഇടവേളകളിൽ ഇതുപോലുള്ള ദീനീ പ്രവർത്തനങ്ങൾ, ലക്ഷക്കണക്കായ ആളുകൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ വലിയ ഫലങ്ങൾ ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് സഹോദരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് തആല അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ തന്നെയാണ് വഹാബികളുടെ മറ്റൊരു കാര്യമാണ്, മറ്റൊരു ഓഫറാണെന്ന് വെച്ചാൽ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കാനുള്ളത്. സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 6:56 ഒരുമിക്ക് വാങ്ങിക്കൊടുത്തത്. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കേരളം മൊത്തമല്ല പറയുന്നത്, കോഴിക്കോടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമയം നോക്കുന്ന ആളുകൾ അവര് നോമ്പ് തുറന്നത് 6:56 ചന്ദ്രികാ ദിനപത്രത്തിലൊക്കെ ഒന്നാമത്തെ പേജിൽ തന്നെ ചപ്പാത്തിന്റെ പരസ്യം കാണാം. അപ്പൊ ആ പരസ്യത്തിൽ കാണാം മഗ്‌രിബ് സമയം 6:56. സുപ്രഭാതം ദിനപത്രത്തിലും കാണാം മഗ്‌രിബ് സമയം 6:56. അതേസമയത്ത് മാധ്യമം ദിനപത്രത്തില് കാണാം മഗ്‌രിബിന്റെ സമയം 6:54 എന്ന് കാണാം. അതുപോലെ തന്നെ തേജസ് ദിനപത്രത്തിലും കാണാം മഗ്‌രിബിന്റെ സമയം 6:54 എന്ന് കാണാം. മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണതുകൊണ്ട് ജമാഅത്തിന്റെ ആദർശമായിരിക്കും അവർക്കുണ്ടാവുക. തേജസ് ആരെ പത്രാണ്? അത് ജമാഅത്ത് ഇസ്ലാമിന്റെ പത്രാണോ, മുജാഹിദിന്റെ പത്രാണോ, സുന്നിന്റെ പത്രാണോ, അതോ പോപ്പുലർ ഫ്രണ്ടിന്റെ പത്രമാണോ? സുഡാപ്പിയുടെ പത്രമാണെന്ന് പറയുന്നു, NDF-ന്റെ പത്രമാണെന്ന് പറയുന്നു. പക്ഷേ അവരെന്തുകൊണ്ട് 6:54 എന്ന് കൊടുക്കുന്നു? അതാണ് നമ്മുടെ ചോദ്യം. അവരെന്തുകൊണ്ട് 6:54 എന്ന് കൊടുക്കുന്നു? പിന്നെ വഹാബികൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷക്കാലം മുമ്പ് കാനങ്ങാട് കാലി ആറ്റക്കോയത്തങ്ങൾ അന്ന് സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിന് ഉണ്ടാക്കിക്കൊടുത്ത ചാർട്ട് അനുസരിച്ചാണ് ഇന്നും സുന്നികൾ സമയം നോക്കുന്നത്. അത് മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് വിവരസാങ്കേതിക വിദ്യ വളരെ വിശാലമായ സമയമാണ്. സാറ്റലൈറ്റിലൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ സമയം നോക്കുന്നത്. ഒരാളിപ്പോ അങ്ങനെ പറഞ്ഞത്. അപ്പോ എന്നോട് ഇന്നലെ മിന്നാണ് ഒരാൾ സംസാരിച്ച് പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് സാറ്റലൈറ്റിൽ നോക്കുകയെന്നാ പറഞ്ഞത്. സാറ്റലൈറ്റില്. അപ്പൊ ഞാൻ ആ ചോദിച്ച ആളോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നേരിട്ട് ഇവിടുന്ന് ഉപഗ്രഹത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണോ ചെയ്യണതെന്ന് ചോദിച്ചു. നിങ്ങൾ നേരിട്ട് ഉപഗ്രഹത്തിലേക്ക്
ഇങ്ങനെ നോക്കുകയാണോ? സാറ്റലൈറ്റിലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങൾ സമയം നോക്കുന്നത്. സാറ്റലൈറ്റിലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങൾ സമയം നിർണ്ണയിക്കുന്നത്. നിങ്ങളിപ്പോൾ 25 കൊല്ലം മുമ്പത്തെ ആറ്റക്കുവാറ്റങ്ങളെ കണക്കാണ് പിടിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ സാറ്റലൈറ്റിൽ ഇങ്ങനെ നോക്കുകയാണോ ചെയ്യുന്നത്? എന്താ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, സാറ്റലൈറ്റിൽ നോക്കുക എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്റർനെറ്റ് തുറന്നു നോക്കുമ്പോ അദാൻ ടൈം എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അസാൻ ടൈം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ഓരോ സിറ്റിയും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാലിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് സിറ്റിയിലുള്ള സമയങ്ങൾ വരും, അല്ലെ, കാലിക്കറ്റ് സിറ്റിയിലുള്ള സമയം വരും. അതുപോലെ തന്നെ ഇപ്പൊ മലപ്പുറം അടിച്ചു കൊടുത്താൽ മലപ്പുറത്ത് സമയം വരും, തലശ്ശേരി അടിച്ചു കൊടുത്താൽ തലശ്ശേരി സമയം വരും, വടകര അടിച്ചു കൊടുത്താൽ വടകരത്ത് സമയം വരും. അവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇത് ചേഞ്ച് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാം. ചേഞ്ച് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഇംഗ്ലീഷിലെന്തോ എഴുതിയിട്ടുണ്ട്, എനിക്ക് എന്താണ് ഓർമ്മയിട്ടില്ല. അപ്പൊ ഇത് ഈ കൊടുത്ത സമയത്തിന്റെ ചേഞ്ചിങ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ 5 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ സമയം കണക്ക് കൂട്ടിയിട്ട് ഇന്റർനെറ്റിൽ കൊടുക്കുന്നത് കാണാൻ കഴിയും. 5 കേന്ദ്രങ്ങളിൽ നിന്ന്. ഒന്ന് ഉമ്മുൽ ഖുറ മക്ക, 2 കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സെന്റർ, പിന്നെ ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയനിർണയ സെന്റർ, പിന്നെ വേറെ ഏതോ 1-2 കൂടിയുണ്ട്. ഈ 5 വിഭാഗമാണ്, 5 കേന്ദ്രങ്ങളിൽ നിന്നാണ് 5 നേരത്തെ നിസ്കാര സമയം ഓരോ സിറ്റിയിലേക്കും, അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേഞ്ച് ചെയ്യണോ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കറാച്ചിന്റെ സമയം മാറ്റിയിട്ട് ഈജിപ്തിന്റെ സമയം കൊടുത്താൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ തന്നെ ഉമ്മുൽ ഖുറയുടെ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ചില വ്യത്യാസം, സുബീക്കൊക്കെ ചില വ്യത്യാസങ്ങൾ കാണാം, സുബീക്കും ഇഷായിനൊക്കെ വ്യത്യാസം കാണാം. അപ്പോ അതെന്താ വെച്ചാൽ വ്യത്യസ്ത വീക്ഷണം അനുസരിച്ചാണ്. സുബഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യോദയത്തിന്റെ എത്ര ഡിഗ്രി മുമ്പാണ് സുബഹി ആകുന്നത് എന്ന വീക്ഷണപരമായ വ്യത്യാസം ആണ് അങ്ങനെ വരാൻ കാരണം. അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം എത്ര ഡിഗ്രി വ്യത്യാസത്തിലാണ് പിന്നെ ഇഷാ ഉണ്ടാകുന്നത്, അത് ഷഫക്കുൽ അഹ്മർ മേഘത്തിന്റെ കടും ചുവപ്പുമായാലാണോ, ഷഫക്കുൽ അബിയദ് മേഘത്തിന്റെ വെളുത്ത ശോഭ മങ്ങലാണോ, അല്ലെങ്കിൽ ഷഫക്കുൽ അസ്ഫർ മേഘത്തിന്റെ മഞ്ഞ ശോഭ അസ്തമിക്കലാണോ എന്നുള്ളതിലൊക്കെയുള്ള വീക്ഷണപരമായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സൂര്യാസ്തമയം എന്ന് പറയുമ്പോ ഈ എന്താ പറയാ സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ തന്നെ സൂര്യാസ്തമയത്തിന് പല രൂപത്തിലുള്ള സൂര്യാസ്തമയങ്ങളുണ്ട്. സൂര്യാസ്തമയം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? DC ആയി പോയിട്ടുണ്ടോ? സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ സൂര്യന്റെ അസ്തമയം ഭൂമിയുടെ മർക്കസിൽ നിന്ന്, ഭൂമിയുടെ മർക്കസ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഉള്ളത്. ആ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 6000 കിലോമീറ്റർ ഉള്ളിലേക്ക് തെരഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ബിന്ദുവാണ് ഭൂമിയുടെ മർക്കസ് എന്ന് പറയുന്നത്. കേന്ദ്രബിന്ദു, സെന്റർ. ആ കേന്ദ്രബിന്ദുവിൽ നിന്ന് ചക്രവാളത്തിലേക്ക്, പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഒരു നേര് രേഖ വരച്ചിട്ട് സൂര്യന്റെ മധ്യത്തിൽ, അഥവാ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അതിന്റെ മധ്യഭാഗം അസ്തമിക്കുക. ആ മധ്യഭാഗം അസ്തമിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആസ്ട്രോണമിക്കൽ സൂര്യാസ്തമയം എന്ന് പറയാം. അല്ലേ, അതാണ് ശാസ്ത്രപരമായ സൂര്യാസ്തമയം എന്ന് പറയാം. പക്ഷേ ഇസ്ലാമികമായ സൂര്യാസ്തമയം അതല്ല. ഇസ്ലാമികമായ സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മർക്കസിനെയല്ല പരിഗണിക്കുന്നത്, മറിച്ച് ഭൂമിയുടെ ഉപരിതലമാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂര്യന്റെ മധ്യഭാഗം മാത്രം അസ്തമിച്ചാൽ പോരാ, സൂര്യന്റെ മുഴുവൻ ഭാഗവും അസ്തമിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും അങ്ങനെ അതൊക്കെ പരിഗണിക്കുമ്പോൾ അതിനാണ് ആക്ച്വൽ എന്താണ് പറയുക, സൺലൈറ്റെന്നോ യഥാർത്ഥമായ സൂര്യാസ്തമയം എന്ന് പറയാം. അപ്പോ ശാസ്ത്രപരമായ സൂര്യാസ്തമയമുണ്ട്, യഥാർത്ഥമായ സൂര്യാസ്തമയമുണ്ട്. നോക്കുന്നവന്റെ ദൃഷ്ടിയിൽ നിന്ന് സമ്പൂർണമായിട്ട് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അതിന്റെ അവസാന ബിന്ദുവും കൂടി അസ്തമിക്കുന്നതുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ
നിസ്കാരത്തിന്റെ സമയം ഗണിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്. അത് 25 കൊല്ലം മുമ്പുണ്ടാക്കിയ UK ആറ്റുകോട്ടങ്ങളുടെ കണക്കൊന്നല്ല ഇപ്പൊ നോക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ചന്ദ്രികാ ദിനപത്രത്തിലും സുപ്രഭാതം ദിനപത്രത്തിലുമൊക്കെ ഓരോ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചന്ദ്രികാ ദിനപത്രത്തിലുള്ള സമയങ്ങൾ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സുപ്രഭാതം ദിനപത്രത്തിലുമുള്ളത്. അതുതന്നെ SKSF സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കുന്ന കലണ്ടറിലും ഉള്ളത്. അവരൊക്കെ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസമാകുമ്പോൾ പത്രത്തിന്റെ അധികാരികൾ ബന്ധപ്പെട്ട ഉസ്താദുമാരുമായി ബന്ധപ്പെടുന്നു. എന്നിട്ട് അത് ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ 25 വർഷം മുമ്പ് വിവരസാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കണക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത് എന്ന് പറയുന്ന ആരോപണം ശരിയല്ല. അത് തെറ്റായ ആരോപണമാണ്. ജനങ്ങൾക്കിടയിൽ പുകമറ ഉണ്ടാക്കലാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു ചർച്ചയുണ്ടായി. സമസ്തയുടെ ജമിയത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ പോയി. അതുപോലെ മുജാഹിദ് വിഭാഗത്തിന്റെ വിവിധ ഗ്രൂപ്പുകളുടെ പണ്ഡിതന്മാർ വന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ വന്നു, മറ്റു സംഘടനകളുടെ പണ്ഡിതന്മാരും വന്നു. അവരെല്ലാവരും കൂടി ഒരു മേശയുടെ ചുറ്റിലും ഇരുന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തു. ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. അന്ന് പങ്കെടുത്ത പണ്ഡിതന്മാർ ഒന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റായ MT അബ്ദുൽ മുസ്ലിയാരും, അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രഭാതം ദിനപത്രത്തിലും SKSF കലണ്ടറിലും ചന്ദ്രികാ ദിനപത്രത്തിലും ഓരോ വർഷവും നിസ്കാരത്തിന്റെ സമയം അപ്ഡേറ്റ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ എന്റെ സുഹൃത്തും എന്റെ സഹപാഠിയുമായ എന്റെ അഭിമന്യ സുഹൃത്തും പ്രഗത്ഭ പണ്ഡിതനുമായ പ്രമുഖനായ മുസ്തഫ ദാരിമിയും അവരോടൊപ്പം അവരുടെ ഒരു ഹാദിമായിട്ട് കിതാബുകളൊക്കെ പോകുമ്പോൾ പിടിക്കാൻ ഒരാൾ വേണ്ടേ, പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരാൾ വേണ്ടേ, ആ നിലയ്ക്ക് ഞാനും പോയി. അങ്ങനെ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് മടവൂർ വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പരമോന്നത നേതാവായ ഹുസൈൻ മടവൂർ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KP സക്കരിയ ഉണ്ടായിരുന്നു, CP സക്കരിയ ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ടായിരുന്നു. വേറെ ചില മൗലവിമാരൊക്കെ ഉണ്ടായിരുന്നു. MSSന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രതിനിധികളുണ്ടായിരുന്നു. സിറാജ് ദിനപത്രത്തിന്റെ പ്രതിനിധികളുണ്ടായിരുന്നു. മാധ്യമം ദിനപത്രത്തിന്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അതുപോലെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ശബാബ് കലണ്ടറിന്റെ ആളുകളുണ്ടായിരുന്നു, പ്രബോധനത്തിന്റെ ആളുകളുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലേ എന്താ നോമ്പ് മുറിക്കട്ടെ എന്ന് ചോദിക്കുന്നത്? അതെവിടുന്നാണ് നോമ്പ് മുറിക്കട്ടെ എന്ന് ചോദിക്കുക? അവിടെ ഇപ്പം ആയിരിക്കും കൊടുത്തിട്ടുള്ളൂ. ഒരു സഹോദരൻ നോമ്പ് മുറിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോമ്പിന്റെ മുറിക്കാൻ സമയമായാൽ നിങ്ങൾ നോമ്പ് ലണ്ടനിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങൾ ഉടനെ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത് അല്ലേ? നോമ്പ് മുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ അമാദിച്ച് നിൽക്കേണ്ട, നിങ്ങൾ ഉടനെ നോമ്പ് മുറിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് കബൂലാക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യുകയാണ്. അപ്പൊ എന്റെ അല്ലേ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് കഴിഞ്ഞോട്ടെ. വെറുതെ നോമ്പ് ബാത്തിലാക്കണ്ട. വഹാബികളുടെ ഓഫറിൽ നിങ്ങൾ കൊടുങ്ങണ്ട. അപ്പോ അന്ന് 2 വർഷം മുമ്പ് MSSന്റെ ആളുകൾ നടത്തിയ സംഘടിച്ച പരിപാടിയിൽ സമസ്തകളുടെ ജമിയത്തുലമയുടെ പ്രതിനിധികൾ അന്ന് ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഇപ്പൊ ഈ 6:54 എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റിയുടെ സമയമല്ലേ? കോഴിക്കോട് സിറ്റിയുടെ സമയം അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കലണ്ടർ നോക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്നത് കോഴിക്കോട് സിറ്റിയേക്കാൾ പടിഞ്ഞാറ്, പിന്നെയും കൂടുതൽ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തലശ്ശേരിക്കാരും കണ്ണൂർക്കാരും വടകരക്കാരൊക്കെ ആ ഒരു സമയം നോക്കിയിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നത്? അതെ. അതുപോലെ തന്നെ കോഴിക്കോട് സിറ്റി എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ നിരപ്പിലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് 12,000 അടി, 12,000 അടി എന്നാണോ മീറ്റർ എന്നാണോ, അതുപോലെ എത്രയോ ഉയരങ്ങളിൽ ജീവിക്കുന്ന മണ്ണാർക്കാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അതേ സമയമാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഭൂമിയുടെ താഴ്ചയും ഉയർച്ചയും അടിസ്ഥാനത്തിൽ സൂര്യാസ്തമയത്തിന് വ്യത്യാസം വരില്ലേ? സമുദ്രനിരപ്പിലുള്ള കോഴിക്കോട് സിറ്റിയുടെ സമയം നിർണയിച്ചുകൊണ്ട് വയനാട്ടുകാർ ബാങ്ക് കൊടുത്താൽ ശരിയാകുമോ? അതുപോലെ തന്നെ താരതമ്യേന കിഴക്ക് സ്ഥിതി ചെയ്യുന്ന, ഭൂമിയുടെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് സിറ്റിയെ പരിഗണിച്ചുകൊണ്ട് താരതമ്യേന പടിഞ്ഞാറുള്ള തലശ്ശേരിക്കാരും കണ്ണൂർക്കാരും ബാങ്ക് കൊടുത്താൽ അത് ശരിയാകുമോ? അപ്പൊ നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും വ്യത്യസ്തമായ കലണ്ടർ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ?
കോഴിക്കോട് സിറ്റിക്ക് ഒരു കലണ്ടർ, അതിനപ്പുറം കൊയിലാണ്ടിക്ക് വേറൊരു കലണ്ടർ, അതിനപ്പുറം വടകരയ്ക്ക് മറ്റൊരു കലണ്ടർ, തലശ്ശേരിക്ക് വേറൊരു കലണ്ടർ, മാഹിക്കാർക്ക് വേറൊരു കലണ്ടർ, കണ്ണൂരേക്ക് വേറൊരു കലണ്ടർ. അങ്ങനെ കേരളത്തിലുള്ള 100 കണക്കിന് സിറ്റികൾക്ക് വ്യത്യസ്തമായ കലണ്ടറുകൾ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ? അതിന്റെ അടിസ്ഥാനത്തിലുള്ള പള്ളികളിൽ വാങ്ങിക്കൊടുക്കുമോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരുടെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. ആ ചോദ്യം കേട്ടപ്പോഴേ ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഹുസൈൻ മടവൂർ ആ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് പൂർണ്ണമായിട്ട് യോജിച്ചു. നിങ്ങളുടെ അഭിപ്രായമാണ് ശരി, ആ പറഞ്ഞത് വളരെ കൃത്യമാണ്, നിങ്ങൾ ആ പറഞ്ഞത് വളരെ സൂക്ഷ്മമാണ്, നിങ്ങൾ ആ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രതിനിധിക്കാർക്ക് ഒരിക്കലൊന്നും ഒരു മിണ്ടാട്ടല്ല. ഓൽക്ക് ഇനി 654 കൊടുത്താലും വേണ്ട, ഇനി 650 കൊടുത്താലും വേണ്ട, 56 കൊടുത്താലും വേണ്ട, നമുക്ക് പ്ലാച്ചിമതിയും കൊക്കക്കോളൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിലവാരമായിരിക്കും അവർക്കുണ്ടാകുക. അവരൊന്നും മിണ്ടുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് കാർക്കൊന്നും മിണ്ടുന്നില്ല. പിന്നീട് വന്ന EL ഇബ്രാഹിമാണോ സംശയമുണ്ട്, അതോ വേറെ ഏതോ അവരുടെ ഒരു കാര്യപ്പെട്ട ആളാണ്. അയാൾക്കൊന്നും ഒരു മിണ്ടാട്ടില്ല, അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായം പറയാനല്ല. അതുപോലെ തന്നെ ഭൂമിയുടെ ഉദ്ധാന വിധാനമനുസരിച്ചുകൊണ്ടുള്ള സമയമാറ്റം, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ആദ്യം അവർ നമ്മളെ കളിയാക്കി, നിങ്ങൾക്കുണ്ട് ഒരു എഹ്തിയാത്തിന്റെ സമയം, അതായത് സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2-3 മിനിറ്റ് വൈകിപ്പിക്കുക, ഇതിപ്പോ എന്തിനാ എന്നുള്ള ഒരു കളിയാക്കിക്കാണ്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് നമ്മൾ ഉസ്താദുമാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എഹ്തിയാത്ത് അവിടെ നിൽക്കട്ടെ, എഅ്തിബാറിന്റെ സമയം നമ്മൾ ആദ്യം നോക്കേണ്ടതല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ഉദ്ധരണി വായിച്ചുകൊണ്ട് പറഞ്ഞു, എഹ്തിയാത്തിന്റെ സമയം അവിടെ നിൽക്കട്ടെ, ആദ്യം എഅ്തിബാറിന്റെ സമയം അത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? ഓരോ ഏരിയ തിരിക്കുമ്പോഴും, കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ തിരിക്കുമ്പോൾ, കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ഏരിയ തിരിക്കുമ്പോൾ, കൊച്ചി എന്ന് പറയുന്ന ഒരു ഏരിയ തിരിക്കുമ്പോൾ, തിരുവനന്തപുരം എന്ന് പറയുന്ന മറ്റൊരു ഏരിയ തിരിക്കുമ്പോൾ, കേരളത്തെ 4ആയിട്ട് വിഭജിക്കുമ്പോൾ, കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ഇങ്ങനെ നമ്മുടെ കലണ്ടറുകളിൽ 4ആയിട്ട് വിഭജിക്കുമ്പോൾ ആ ഏരിയയിലുള്ള മുഴുവൻ സ്ഥലത്തെയും എഴുത്തിബാർ ചെയ്യണം, കണക്കിലെടുക്കണം. അപ്പൊ കണക്കിലെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു സംഗതി. അപ്പൊ അവർ പറഞ്ഞു, അത് ഞങ്ങൾ പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് പഠിച്ചു വരട്ടെ, പിന്നെ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞങ്ങളത് പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. മുജാഹിദിന്റെ പ്രതിനിധികൾ പിന്നെ അത് പഠിക്കുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ ദാരിമിന്റെ അടുക്കൽ പലതവണ അവർ സമീപിച്ചിരുന്നു. ഈ വിഷയത്തിൽ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്, ഇതിനുള്ള ഗണിതം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളിലായിട്ട് അവർ വന്നിരുന്നു. ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള രഹസ്യമായ വിഷയങ്ങളാണ്. ഇതൊന്നും ലോകം അറിയുന്നില്ല, ഇതൊന്നും ആരും അറിയുന്നില്ല, അറിയാത്ത വിഷയങ്ങളാണ്. അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരമുട്ടിയിരിക്കുകയാണ്. അന്ന് മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയിൽ നിന്ന്, അതുപോലെ തന്നെ ഗൾഫിൽ ദുബായിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്. ഈയുള്ളവൻ അന്നത്തെ ദുബായ് മതകാര്യ വകുപ്പിന്റെ ഒരു ഫത്വ അന്ന് ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി അത് കളക്ട് ചെയ്തു തരുവാൻ വേണ്ടി പ്രവർത്തിച്ചൊരു ഒരാളാണ്. അദ്ദേഹം അന്ന് മെയിൽ അയച്ചു തന്നു. ആ മെയിൽ അന്നത്തെ യോഗത്തിൽ ഞാൻ അന്ന് അവിടെ വായിച്ചു. എന്താണ് അതിലുണ്ടായിരുന്ന? ബുർജ് ഖലീഫ എന്ന് പറയുന്ന 800-ലധികം അടിയോ അതോ മീറ്ററോ എത്രയോ ഉയരമുള്ള, 800 മീറ്ററിനാണോ 800 അടിയിലാണോ, എങ്ങനെയാണ് ബുർജ് ഖലീഫയുടെ ഉയരം? മീറ്ററാണോ അടിയാണോ? 800 അടിയിൽ മീറ്ററിനാണ് അല്ലെ? അതെ. 800-ലധികം മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയിൽ ഭൂമിയുടെ നിരപ്പിലുള്ള നിലകളിൽ അധിവസിക്കുന്നവർ മഗ്‌രിബ് നിസ്കരിക്കുന്നതിന്റെ 3 മിനിറ്റ് വൈകിട്ട് മാത്രമായിരിക്കണം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിലകൊള്ളുന്നവർ മഗ്‌രിബ് നിസ്കരിക്കേണ്ടത് എന്ന ഫത്വ. കാരണം 2 കൂട്ടർക്കും സൂര്യാസ്തമയത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കോഴിക്കോട് സിറ്റിയുടെ സൂര്യാസ്തമയവും അതിനേക്കാൾ എത്രയോ കിലോമീറ്റർ ഉയരത്തിലുള്ള മറ്റു നാടുകളുടെ സൂര്യാസ്തമയവും ഒരുപോലെയാണോ? മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകുകയില്ലേ? നിങ്ങൾ അതിനെ സംബന്ധിച്ച് വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ എന്ന് ബഹുമാന
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരുടെ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് ഇതിലൊന്നും പറയാനില്ല. ഞങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ അവിടെ പറഞ്ഞ പൂർത്തിയായിട്ടില്ല. ഇപ്പണ്ട് MSSന്റെ എഞ്ചിനീയർമായ ചന്ദ്രികയിലെ ലേഖനം എഴുതിയിട്ടുണ്ട്, സമയ ഏകീകരണം എന്ന് പറഞ്ഞിട്ട്. വീണ്ടും അയാൾ അതൊക്കെ കേട്ടിരുന്ന ആളാണ് അല്ലേ. ഇതിപ്പോഴും അയാൾ ചന്ദ്രികയിലെ മാധ്യമത്തിലാന്ന് തോന്നുന്നു, മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും സമയം ഏകീകരണം 828 മീറ്റർ ആണെന്ന് നമ്മൾ ഉസ്മാൻ സാഹിബ് അറിയിക്കുന്നുണ്ട്. ഉസ്മാനടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മസ്ലവി തന്നെയല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അപ്പൊ 828 മീറ്റർ, അപ്പൊ അവിടേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്, അതാണ് എഴുത്തിബാർ ചെയ്യാൻ, എഹ്തിയാത്തിന്റെ അപ്പുറം എഴുത്തിബാർ എന്ന് പറഞ്ഞൊരു സംഗതി ഞങ്ങളുടെ സമയഗണനയുടെ പിന്നിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞു, ഇന്റർനെറ്റില് ഉള്ള സമയം നോക്കിയിട്ടാണ് ഞങ്ങള് പറയുന്നത്. ഇന്റർനെറ്റിന് തെറ്റുപറ്റൂലാണ്. ഇന്റർനെറ്റ് മയസൂമാണ് അവരുടെ വിചാരം. ഇന്റർനെറ്റ് മയസൂമാണ്. ഇന്റർനെറ്റ് പാപസുരക്ഷിതത്വമുള്ള വലിയ ഒരു സംഗതി ആക്കി. അപ്പൊ പള്ളിക്ക് ഇങ്ങനെ നോക്കുകയാണ്, ഉപഗ്രഹത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, അപ്പൊ ഉപഗ്രഹം നിന്നിട്ട് സിഗ്നൽ അയക്കുകയാണ്, കൊടുത്തോ വാങ്ങുക. അപ്പൊ കൊടുക്കാവരൊക്കെ അപ്പൊ ഇവരൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. അപ്പൊ ബഹുമാനപ്പെട്ട മുസ്തഫ രാമി ചോദിച്ചു, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ലോകത്തിന്റെ 5 കേന്ദ്രങ്ങളിൽ നിന്നാണല്ലോ നിസ്കാര സമയം കൊടുത്തിട്ടുള്ളത്. ആ നിസ്കാര സമയം കൊടുത്തതിന്റെ ഡാറ്റകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട മുസ്തഫ രാമി ചോദിച്ച ചോദ്യമാണ്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഉമ്മുൽ ഖുറയിൽ നിന്നും കറാച്ചിയിൽ നിന്നും ഈജിപ്തിൽ നിന്നും പിന്നെ മറ്റു 2 കേന്ദ്രത്തിൽ നിന്നും കൊടുത്ത നിസ്കാര സമയങ്ങളുടെ ഡാറ്റകൾ അത് എന്തടിസ്ഥാനത്തിലാണ് കണക്ക് കൂട്ടിയത് എന്നതിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ? അപ്പൊ അത് അവർക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഗൂഗിൾ ഇങ്ങനെയുണ്ട്, ഇന്റർനെറ്റിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് മയസൂമാണ് അവരുടെ വിചാരം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ പത്രങ്ങളിലും അതുപോലെ കലണ്ടറുകളിലും സമയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ബാങ്ക് കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നില്ല. മാത്രമല്ല, സമയമായി എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അതൊരു സാമൂഹിക ബാധ്യതയല്ല. ഓരോ വ്യക്തിയും അവന്റെ ഇബാദത്ത് സഹീഹാവാൻ ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ടുന്ന കർശനമായ നിയമമാണ് സമയമായി എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. നിസ്കാരത്തിന്റെ 5 ഷർത്തുകളിൽ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, സമയമായെന്ന് അറിയുക എന്നുള്ളത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. ഓരോ വ്യക്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള വ്യക്തികളെ പരിശോധിച്ചാൽ അതിന് ശാസ്ത്രജ്ഞന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, പാമര ജനങ്ങളുണ്ട്, ഇല്ലേ, ഒന്നും അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ നിസ്കരിക്കണം, അവർക്കൊക്കെ സമയമായി എന്ന് അറിയണം. എല്ലാവരും ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഇങ്ങനെ സാറ്റലൈറ്റിക്ക് നോക്കിയെടുക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവർക്കും പറ്റാവുന്ന മൗലിക പ്രധാനമായ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ആ നിലപാട് 100% കറക്റ്റാണ്, 100% അത് കൃത്യമാണ് എന്ന് അന്നത്തെ യോഗത്തിലാണ് തെളിയിച്ചു കൊടുത്തു. അന്ന് മുജാഹിദ് ജമാഅത്തൊക്കെ പിന്നെ മിണ്ടാട്ടം മുട്ടിയിട്ട് തിരിച്ചു പോയതാണ്. ഞാൻ അവരെ വിമർശിക്കുകയല്ല. വളരെ സൗഹൃദപൂർണമായ ചർച്ചയായിരുന്നു, വളരെ നല്ല നിലക്കുള്ള ചർച്ചയായിരുന്നു. അതൊരു സംവാദമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മുനാവറയായിരുന്നില്ല. കൂടിയിരുന്നുകൊണ്ട് നേരം തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നുകൊണ്ട് 2 ദിവസം ആ വിഷയത്തിൽ ചർച്ച നടന്നു. പഠനം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പിന്മാറിയതാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ചന്ദ്രികയുടെ പ്രതിനിധി അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഇനി നമുക്ക് പ്രസിദ്ധീകരിക്കാം, ഇനി നമുക്ക് ഇവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇവരുടെ പഠനം എപ്പോഴാണ് പൂർത്തിയാകാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തന്ന സമയം ഞങ്ങളിതാ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇനി ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല, ഇനി ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രതിനിധി അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അപ്പൊ എന്റെ സഹോദരന്മാരെ, സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ സമയം ആകുന്നതിന് മുമ്പ് അനുഷ്ഠാനം പാടില്ല. സമയം തീർന്നു കഴിഞ്ഞാൽ അത് ഖളാ ആയി പോകും. ആ നിലക്ക്
സമയം നിർണയിക്കപ്പെട്ട റമളാൻ കൊണ്ട് പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ് എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ എവിടുന്ന് കിട്ടി ഇവർക്ക് തറാവീഹ് എന്ന് പറഞ്ഞാൽ റമളാൻ കൊണ്ട് പ്രത്യേകം അല്ലാന്നുള്ളത്? തറാവീഹ് എന്ന് പറഞ്ഞാൽ റമളാനിലും ചെയ്യുക, അല്ലാത്ത കാലത്ത് ചെയ്യാനാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഖിയാമു റമളാൻ. പിന്നെന്താ ഇവർ ശവ്വാലിന് രാത്രി നിസ്കരിക്കാൻ പറ്റി ഖിയാമു ശവ്വാൽ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഷാബാനിൽ രാത്രി നിസ്കരിക്കുമ്പോൾ സംബന്ധിച്ച് എന്താ ഖിയാമു ഷാബാൻ എന്ന് പറയാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല എന്നവർ വിശദീകരിക്കേണ്ടതല്ലേ? ഒന്ന്. രണ്ടാമതായിട്ട് ഇത് എല്ലാ കാലത്തും 354 ദിവസത്തിനുമുള്ള നിസ്കാരമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ നിസ്കാരത്തെ അവർ റമളാൻ കൊണ്ട് പ്രത്യേകപ്പെടുത്തുന്നു? റമളാൻ കൊണ്ട് അവരെന്തുകൊണ്ട് പ്രത്യേകപ്പെടുത്തും? സാധാരണ ഇവർ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് റബീഉൽ അവ്വൽ മാസം 12 പ്രത്യേകമാക്കിക്കൊണ്ട് ആഘോഷിക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ന് ജിന്നൂരി മുജാഹിദുകൾ ഇപ്പോ പുതിയൊരു അടവെടുത്തിട്ടുണ്ട്. ജിന്നൂരി മുജാഹിദുകൾ ഇപ്പോ ഒരു പുതിയ അടവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർ എഴുതിത്തരുന്ന സംവാദത്തിലുള്ള വാദങ്ങളിലൊക്കെ ആ അടവ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമ്പിൽ സംവാദം, നടക്കാതെ പോയ സംവാദം, ഇത് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സംവാദം, ആ സംവാദത്തിലൊക്കെ ആ ഒരു തന്ത്രം അവർ പ്രയോഗിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 പ്രത്യേകത കൊടുത്തുകൊണ്ടുള്ള ആഘോഷം അത് നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താണ്? റബീഉൽ അവ്വൽ 12 പ്രത്യേകത കൊടുക്കാത്ത വിധത്തിലുള്ള ആഘോഷം നബിയും സഹാബത്തും നടത്തിയിട്ടുണ്ട്, അതിന് എനിക്ക് എതിർപ്പില്ലാതെ. അപ്പൊ പ്രത്യേകത കൊടുക്കുമ്പോഴാണ് എതിർപ്പുകളാണല്ലോ അപ്പൊ അവർ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. എങ്കിൽ ഞങ്ങളൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, റമളാൻ മാസത്തിലും അല്ല നിസ്കാരം ഉണ്ട് എന്ന് പറയുന്ന നിങ്ങളോട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റമളാനിനെ പ്രത്യേകപ്പെടുത്തുന്നു തറാവീഹ് കൊണ്ട്? റമളാനിൽ നിങ്ങളുടെ പള്ളികളിൽ തറാവീഹ് നിസ്കാരം സ്പെഷ്യലായിട്ട് നിസ്കരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അത് ശവ്വാൽ നിസ്കരിക്കുന്നില്ല, ശഅബാൻ നിസ്കരിക്കുന്നില്ല, മുഹറത്തിൽ നിസ്കരിക്കുന്നില്ല, സഫർ നിസ്കരിക്കുന്നില്ല? പറയണം, വിശദീകരിക്കണം. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തലമണ്ടയിൽ വന്നിട്ടാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മലർന്നു കിടന്നുകൊണ്ട് തുപ്പിക്കൊണ്ട് നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെ തുപ്പുന്ന അതേ ചോദ്യങ്ങളാണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ മശായിഖുമാർ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നതായ ആ ശരിയായ വഴിയും ശരിയായ പാതയും അതിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷയുണ്ടാവുക. അതാണ് നമ്മുടെ പരലോക ജീവിതത്തിന്റെ വിജയത്തിന് ഏക കാരണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രസംഗം ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെട്ടതല്ല. പെട്ടെന്ന് വാട്സപ്പിലൂടെ നമ്മൾ അഡ്മിൻ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉസ്താദുമാര്, അതുപോലെ തന്നെ അമീർ സാഹിബിനെ പോലത്തെ ആൾക്കാരൊക്കെ പിന്നെ ക്ലാസ് റൂമിലേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എടുത്ത ഒരു ക്ലാസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു കൃത്യത ഉണ്ടാവില്ല, ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു തർത്തീബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊറുക്കണം, തെറ്റുകൾ തിരുത്തി തരണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് സമയം പ്രതീക്ഷിച്ചതിനപ്പുറം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അമീർ സാഹിബ് കൈ വന്നിട്ടുണ്ട് ഏത് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഒഴിവാക്കി തരികയാണെങ്കിൽ കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട എം ടി ദാരി മുസ്താദ് ഇത്ര വൈകിയ സമയത്തും ക്ലാസ് എടുത്തതിന് പ്രത്യേകം നന്ദി. എനിക്കൊരു സംശയമുണ്ട്. ഒരു AT കരീം ടെക്സ്റ്റ് അടിക്കൊണ്ട് അദ്ദേഹത്തിന് കൈപ്പൊക്കിയാൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ഒന്നും ഉസ്താദിനെ ഇരുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് പോകാം. പിന്നെ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ കലണ്ടർ, ഇന്റർനെറ്റ് മറ്റുള്ളൊക്കെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കേട്ടു. KM മൗലവിന്റെ മകനാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ നീ ആദർശികമായിട്ടായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ, അല്ലെങ്കിൽ ഉമർ ഖത്താബിന്റെ മകന് ഒന്നും ചെയ്ത ദീനിൽ തെളിവല്ല. അവർ എന്ത് ചെയ്യുന്നോ അത് പിൻപറ്റുന്നവർ കാഫിരീങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഈ KM മൗലവിന്റെ മോന് ക്ലിപ്പുണ്ട്, അതിന്റെ ലിങ്കണി തരും. അപ്പോ ചില അദ്ദേഹം താടി പഠിക്കുന്ന ഒരു വിഷയമായി സംബന്ധിച്ചാണ് തുടങ്ങിയത്. എന്നിട്ടാണ് പക്ഷെ അവർക്കെതിരെ അവരെന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനെതിരെ പോരാടാണ് നമ്മൾ ഉള്ളത്. അവരെങ്ങാനും പിൻപറ്റുന്ന കാഫിറാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മൾ തറാവി റക്കാത്തിൽ ഇപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
20 ആക്കിയ സംശയമില്ല. അത് പിൻപറ്റിയാൽ നമ്മൾ കാഫിറാകുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താണ് ഈ കേട്ടത്? ആദ്യമായിട്ട് അമീർ സാഹിബിനോട് പറയാനുള്ളത്, ആ ക്ലിപ്പ് എനിക്കൊന്ന് അയച്ചു തരണം. വാട്സപ്പിൽ നിങ്ങളൊന്ന് അയച്ചു തരണം, ഒന്ന് കേൾക്കണം. അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഈ ദുനിയാവിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ആദ്യം ഒന്ന് അയച്ചു തരണം. പിന്നെ എന്താണ് ഈ പറയുന്നത്? സ്വഹാബത്തിനെ പിൻപറ്റിയ കാഫിറാകുന്നു. സ്വഹാബത്തിനെ പിൻപറ്റിയ കാഫിറാകുന്നു. എന്താണ് ഈ പറയുന്നത്? പിന്നെ ആരെ പിൻപറ്റണമെന്ന് ഈ പറയുന്നത്? ഖുർആനെ പിൻപറ്റണമെന്നോ അല്ലെങ്കിൽ ഹദീസിനെ പിൻപറ്റണമെന്നോ? എങ്ങനെ ഖുർആനെ ഹദീസിനെ പിൻപറ്റുക? ഖുർആൻ പറഞ്ഞെന്താ? വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സ്വഹാബത്തിനെ പിൻപറ്റുന്ന ആളുകൾ റളിയല്ലാഹു അൻഹും, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. സ്വഹാബത്തിനെ പിൻപറ്റുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇവൻ പറയുന്നു അവർ കാഫിറാണ്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അദ്ദു അലൈഹാ ബിന്നവാജിദി. നിങ്ങൾ എന്റെ ചര്യയെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെ നടപടികളെയും പിൻപറ്റണേ. അതിനെ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണേ. കൈകൊണ്ട് മുറുകെ പിടിച്ചാൽ പോരാ, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച്, അല്ലെ? അവസാനത്തെ അതാണല്ലോ. ഒരാള് ഒരു അപകടത്തിൽ വീഴാൻ പോകുന്ന സമയത്ത് ഒരു കയറ് കിട്ടി. ആ കയറുമ്പോ കൈകൊണ്ട് പിടിച്ചാൽ പോരാ, അണപ്പല്ലുകൊണ്ട് കടിച്ചു മുറുക്കി പിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ പിൻപറ്റേണ്ടുന്നതിന് ആവശ്യമായ എന്തൊക്കെ സാധ്യതകളുണ്ടോ അത് മുഴുവൻ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം. ഖുർആൻ പറയുന്നു അങ്ങനെ പിൻപറ്റിയാൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട് എന്ന്. ഇവർ പറയുന്നു അവർ കാഫിറാണ്. ഞാൻ കേട്ടിട്ടില്ല, ക്ലിപ്പ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അമീർ സാഹിബ് പറഞ്ഞത് സത്യമാണെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. വഴി പിഴച്ചുപോയ ഈ ചിന്തകളിൽ നിന്ന് അല്ലാഹു അവർക്കൊക്കെ നല്ല വഴി എത്തിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ദ്വാർക്കയാണ് ചെയ്യുന്നത്. അല്ലാതെ ദ്വാർക്കല്ലാതെ എന്താണ് ഇപ്പൊ ഇതിന് മറുപടി പറയാ എന്ന് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുന്നില്ല. അവരൊറ്റ ദ്വാരം അവസാനിപ്പിക്കുന്നു. ഇനി നൗഷു എന്ന് പറയുന്ന ആള് കൈവന്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ, അല്ലെ? ആ ക്ലിപ്പിനെ അംഗീകരിക്കുന്ന വഹാബികളെ കുഴിച്ചു മൂടാൻ അത് മദീന ഒരു സഹോദരൻ പ്രതികരിച്ചത്. അതുതന്നെയാണ് എല്ലാവർക്കും പ്രതികരിക്കാനുള്ളത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഈ തുരീക്കത്തിലൊക്കെ കള്ളത്തുരീക്കത്തിലൊക്കെ കുടുങ്ങിയിട്ടുള്ള ആളുകളോട് ഇത് കള്ളത്തുരീക്കത്താണ്, അതിൽ പോകരുത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഷേഖന്മാർ തരുന്നത് ഞങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതാനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഔറാദുകളാണ് തരുന്നത്. അപ്പൊ അതെങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക? അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ കള്ളത്തരീക്കത്താണ് എന്ന്. അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല, എങ്കിലും ഇതാണ് ഉദ്ദേശം. അവര് കൂടുതൽ പറയുന്നത് എനിക്ക് ഫാത്തിഹ സൂറത്ത് ഒരുപാട് ഓതാൻ പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ അവർ കള്ളന്മാരാകും എന്നുള്ളതാണ് സാധാരണ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ദുൽഖുവൈസറത്തു തമീമിയുടെ മുതുകിൽ നിന്ന് കുറെ ആൾക്കാർ വരും. അവരും ഭയങ്കര നിസ്കാരത്തിന്റെയും ഖുർആന്റെയും ആൾക്കാർ തന്നെയാണ്. യഖ്റഊനൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്. അവരുടെ നിസ്കാരം കാണുമ്പോൾ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ പിന്നെ അപ്പൊ അതൊന്നല്ല, ഈ വിഷയത്തിൽ, ദീനിന്റെ ഒരു വിഷയത്തിൽ സാധാരണക്കാരായ ആളുകൾ അതിലുള്ള സംശയങ്ങൾ തീർക്കേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിൽ കാണാം, സൂറത്തുൽ നഹ്ലിൽ കാണാം, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഒരു വിഷയത്തെക്കുറിച്ച്, ഇപ്പൊ സാധാരണക്കാർക്ക് ആ വിഷയത്തെക്കുറിച്ച്
പഠനം നടത്തിക്കൊണ്ട് നിഗമനത്തിലെത്താനോ തീരുമാനത്തിലെത്താനോ ഒരുപക്ഷെ സാധിച്ചോളുന്നില്ല. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വിവരണം നൽകാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർ എന്തു പറയുന്നു, അതാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന നടത്തിയിട്ട് പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുക, ഇത് ശരിയാണോ അല്ലേ. പണ്ഡിതന്മാർ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക, ഉൾക്കൊള്ളുക. അതാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള പോംവഴി എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഫിറോസ് എന്ന് പറഞ്ഞ ആളിന്റെ ചോദ്യത്തിനും കൂടി മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും. സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഉസ്താദ്, ഞാൻ ഒരു ചെറിയ സംശയം. കഴിഞ്ഞ തൗബിന്റെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞിരുന്നു, എനിക്ക് കേട്ട തെറ്റാണോ എന്ന് ശരിയെന്നാണോ അറിയില്ല, പിന്നെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിൽ ചെറിയ തെറ്റാന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കുറ്റങ്ങളിൽ പെട്ടതാണ് കുട്ടികളെ പള്ളി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. സാർ ഒന്ന് ക്ലിയർ ആക്കി തരും. ഞാൻ കേട്ടോടത്തോന്ന് പോയതാണോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണോ? ഇപ്പൊ ഞാൻ എന്റെ മോനൊക്കെ പള്ളി കൊണ്ടുപോകാറുണ്ട്. 5 വയസ്സ് കഴിഞ്ഞപ്പോ സുന്നത്ത് കഴിച്ചിരുന്നു, അത് മുതലേ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അത് വേണ്ടതാണോ അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് ഒരു ചെറിയൊരു നിസ്കാരത്തിനോട് പള്ളിയിലേക്ക് ഒരു അടുപ്പുണ്ടാകട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അത് വേണ്ടതാണോ ഉസ്താദ് പറഞ്ഞതെന്ന് ക്ലിയർ ആക്കട്ടെ. ഓക്കെ ഉസ്താദ്, അസ്സലാമു അലൈക്കും. നല്ലൊരു ചോദ്യമാണത്. അത് അന്ന് ആ സംസാരത്തിൽ ഒരു വിശദീകരണം കൂടി അതിന് ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ആ സംശയം വന്നത്. ഒരുപക്ഷെ സംസാരത്തിന് വന്നിട്ടുണ്ടാവില്ല. അപ്പോ ആ സംസാരത്തിന് പൂർത്തീകരണം വരാത്തത് കൊണ്ടുണ്ടായ ഒരു സംശയമാണ്. കുട്ടികൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത കുട്ടിയാണല്ലോ. സന്ധ്യകാനും അതുപോലെ സ്വന്തം തിന്നാനും സ്വന്തം കുടിക്കാനൊന്നും കഴിയാത്ത 4 വയസ്സ് 3 വയസ്സ് 2 വയസ്സൊക്കെ ആയ കുട്ടിയാണല്ലോ. ആ കുട്ടികളെ പറ്റിയാണ് പറഞ്ഞത്. അവര് പള്ളിയിൽ വന്നാല് അവര് പള്ളിയുടെ ഹുർമത്തിനെ മാനിക്കാത്ത വിധത്തില് സംസാരം കാര്യങ്ങളൊക്കെ നടത്തും എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നജസ് പള്ളി പാറ്റ പോലുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് തെറ്റ് എന്ന് അത് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷെർവാനിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇദ്ഖാറുൽ സിബിയാൻ വൽ മജാനീൻ എന്ന് ഇബാറത്ത് ശരിക്കും ഓർമ്മട്ടില്ല. ഇദ്ഖാറുൽ സിബിയാൻ വൽ മജാനീൻ, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തമ്മീസില്ലാത്ത കുട്ടികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വകതിരിവുള്ള കുട്ടികളെ പറ്റിയല്ല, തമ്മീസില്ലാത്ത കുട്ടികൾ, ആ കുട്ടികളെ പള്ളിയിൽ കയറ്റുന്നത് പാടില്ല എന്നാണ് ആ പറഞ്ഞത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യക്കാരും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എ.ടി. കരീം പോയോ? അദ്ദേഹം ടെക്സ്റ്റ് അടിച്ചു. നിങ്ങൾക്ക് മൈക്ക് വേണമെങ്കിൽ ഇപ്പൊ വരാം, പിന്നീട് അവസരം ഉണ്ടാവില്ല. അദ്ദേഹം പോയാ? എ.ടി. കരീം കേൾക്കണ്ട? അദ്ദേഹം ഒരു മുജാഹിദാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മൈക്ക് വിളിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തെ കാണുന്നില്ല, ടെക്സ്റ്റും കാണുന്നില്ല. അതിനനുസരിച്ച് പ്രത്യേകം സ്പെഷ്യലായിക്കൊണ്ട് ഒന്ന് ബാബു റയ്യാൻ സെഷനിൽ ക്ലാസ് എടുത്തതിന് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി സോങ് വെച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് ബാബു റയ്യാനിൽ